ഗോൾഡ് ബിസിനസ്സിനൊക്കെ നിങ്ങളൊരു എന്താ പറയാ കോമ്പറ്റീഷൻ ആണല്ലേ? അതെ അതെ, ഇത് കളറ് പോവില്ല. പിന്നെ തൗയന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ മാക്സിമം അഫോർഡബിൾ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം ഈ ഒരു കമ്മല് 200-250 റുപ്പീസിന് വരെ വിൽക്കും. കാരണം അത്രയും ബെസ്റ്റ് ക്വാളിറ്റിയാ, വിൽക്കുന്നതിന് ഒരു തെറ്റുമില്ല. പക്ഷെ ഞാൻ 29-നാണ് വിൽക്കുന്നത്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് 100+ ഡെയിലി ഓർഡേഴ്സ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി ബ്രാൻഡിന്റെ ഫൗണ്ടറാണ്. ഇത് ബാംഗ്ലൂരിനോ ബോംബെനോ ഡൽഹിനോ കൽക്കട്ടയിനോ ഒന്നുമല്ല ചെയ്യുന്നത്. ഷീ ഈസ് ഡൂയിങ് ഇറ്റ് റൈറ്റ് ഫ്രം ഹിയർ, ഫ്രം കാലിക്കറ്റ്, ഫ്രം കേരള. ഫാത്തിമ അഗാപാത്തു, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സാധാരണ ആൾക്കാർക്ക് ഒരു സ്മാർട്ട് ഫോൺ എടുക്കുക, ഒരു മാക്ക് എടുക്കുക, കാർ എടുക്കുക എന്നൊക്കെ, നിങ്ങൾക്ക് നേരെ ഓപ്പോസിറ്റ്. എന്റെ കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് വേണം. അഫോർഡബിൾ ജ്വല്ലറി, ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി. അതെ, എന്റെ ഉപ്പന്റെ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് വൈറൽ. അത് അനുഷ്ക ശർമ്മ വരെ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും റീല്. അത് 7 മില്യൺ വ്യൂസ് ഒക്കെ അടിച്ചിട്ടുണ്ട്. അതിനുശേഷം 2 വർഷത്തിന് ശേഷമാണ് പിന്നെ ഒരു വീഡിയോ വൈറലാവുന്നത്. ബിസിനസ് തുടങ്ങുന്ന മുന്നേ ഞാൻ നന്നായി ലെറ്റേഴ്സ് ചെയ്തായിരുന്നു. ഒരു സമയം എനിക്ക് സ്മാർട്ട് ഫോൺ ഇല്ലായിരുന്നു കുറെ കാലം. അപ്പൊ ഈ തൗയ തുടങ്ങുന്ന സമയത്തൊന്നും സ്മാർട്ട് ഫോൺ ഇല്ല, നിൽക്കുന്ന ഫോണാ. എന്നിട്ട് ഞാൻ ഫ്രണ്ട്സിന്റെയിലായിരുന്നു ഈ പോസ്റ്റും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അതെ, ടുഡേ ഇസ് ദ ഡേ പറഞ്ഞിട്ടായിരുന്നു ഞാൻ റീൽ ഇട്ടുണ്ടായിരുന്നത്. ടുമോറോ ഇസ് ദ ഡേ പറഞ്ഞിട്ടല്ല, കാരണം അത് പിന്നെ ഫ്യൂച്ചറിലാണല്ലോ. അപ്പൊ ഇന്ന് നടക്കും പറഞ്ഞിട്ടുള്ള രീതിയിലായിരുന്നു ഞാൻ റീൽസ് ഇട്ടുണ്ടായിരുന്നത്. നിങ്ങളെ ഓൺലൈൻ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 50-ൽ പരം എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പലരും നമ്മളടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരാറുണ്ട്. ഇപ്പം അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെയുള്ള യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഉണ്ട്, അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. വെൽക്കം ടു അനദർ എപ്പിസോഡ്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് 100+ ഡെയിലി ഓർഡേഴ്സ് ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി ബ്രാൻഡിൻ്റെ ഫൗണ്ടറാണ്. ഇത് ബാംഗ്ലൂരിനോ ബോംബെനോ ഡൽഹിനോ കൽക്കട്ടയിനോ ഒന്നുമല്ല ചെയ്യുന്നത്. She is doing it right from here, from Calicut, from Kerala. Fatima Agapathu, welcome to the show. Thank you. പറയൂ, എങ്ങനെയാണ്, you are just 26 years old, right? അതെ. എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഈ ഒരു ഓൺട്രപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നെയാണ്. ഇത് തൗയ തുടങ്ങിയിട്ട് 4.5 വർഷം. അതിനു മുന്നേ ഒരു 8 വർഷം മുന്നേ ഞാനൊരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കീ ചെയിന്റെ ബിസിനസ് ആയിരുന്നു. സ്കൂളിലായിരുന്നു? അതെ. അപ്പോ അങ്ങനെയാണ് ഞാൻ ഈ ഓൺലൈൻ ബിസിനസ്സിലേക്ക് എത്തിയത്. അന്ന് ഇൻസ്റ്റാഗ്രാമില് വീഡിയോസോ റീൽസോ ഒന്നുമില്ല, ജസ്റ്റ് ഫോട്ടോസ് ഇടാം, സെയിൽ എടുക്കാം, അങ്ങനെ ആയിരുന്നു. അപ്പൊ അന്ന് എനിക്ക് തോന്നുന്നു ആരും ഈ ഓൺലൈൻ ബിസിനസ് ഒന്നും എന്താ അറിയാത്ത കാലാ. അങ്ങനെ ചെയ്തപ്പോ എനിക്ക് അന്നത്തെ സമയം 10,000 രൂപ പ്രോഫിറ്റ് കിട്ടി. അതും ഹോൾസെയിൽ ആയിട്ട് പോയി എടുത്തിട്ടൊന്നല്ല, ജസ്റ്റ് റീറ്റെയിൽ കടയിൽ നിന്നും പോയി എടുക്കും. എന്നിട്ട് അത് 20 രൂപ 30 രൂപ ഒക്കെ കൂട്ടിയിട്ട് സെയിൽ ചെയ്യും. അതായിരുന്നു അന്നത്തെ സ്ട്രാറ്റജി. റീറ്റെയിൽ ഷോപ്പിന് നേരെ അപ്പുറത്തെ ഷോപ്പിന് പോയി വാങ്ങിച്ചിട്ട് ഓൺലൈനിൽ ഇൻസ്റ്റാഗ്രാമിൽ. അതെ. എന്നിട്ട് പക്ഷെ അത് പിന്നെ നിർത്തേണ്ടി വന്ന്. അന്ന് ഇന്നത്തെ കാലമല്ല കേട്ടോ, 7 years ബാക്ക് പറഞ്ഞ ഇപ്പൊ നന്നായി മാറിയിട്ടുണ്ട്. പക്ഷെ അന്ന് വെച്ചാ പെൺകുട്ടികള് എന്തിനാ പൈസ ഉണ്ടാക്കുന്നത്, അങ്ങനത്തെ ഒക്കെ ഒരു ഇഷ്യൂ വന്ന്. ലൈക്ക് എന്റെ പരിചയത്തിലുള്ള ഒരാള് പാര വെച്ച് അവര് പറഞ്ഞ, എന്തിനാ ഫാത്തിമ ഒരു പെൺകുട്ടിയല്ലേ, പിന്നെന്തിനാണ് ഇങ്ങനെ പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യാനാ, പെൺകുട്ടിയല്ലേ. അതെ, ആ സീനില് അപ്പോ എല്ലാരും പറഞ്ഞ് നിർത്തിക്കാള്, ഇനി ഈ എല്ലാരും പറയുന്നത് ശരിയല്ല, എന്തിനാണ് നിർത്തിക്കാള് പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര വിഷമായിട്ട് നിർത്തിയതായിരുന്നു. പക്ഷെ ആ സമയത്ത് ഏത് ക്ലാസ്സിലായിരിക്കും? ഞാൻ +1 +2 ആ സമയം, +2 ആയിരിക്കണം ആ സമയം. അപ്പോ അങ്ങനെ ഞാൻ നിർത്തി. ഭയങ്കര വിഷമായിരുന്നു, പക്ഷെ ഞാൻ നിർത്തി. വേറെ ഒന്നും ചെയ്യാനില്ല, കാരണം അന്ന് നമുക്ക് അത്ര വിവരമൊന്നും ഇല്ലല്ലോ. പിടിച്ച് നിക്കാ, അങ്ങനെ സാരല്ലേ മതി, സീഡായി, അങ്ങനെ നിർത്തിയത്. അപ്പോ പിന്നാണ് അപ്പയാണ് ഞാൻ സ്കൂളിലുള്ള കുട്ടികൾക്ക് കൊടുക്കല്. സ്കൂളിലുള്ള കുട്ടികളും നന്നായി ഓർഡർ ചെയ്യായിരുന്നു. അങ്ങനെയല്ല, ഞാൻ പക്ക ഇങ്ങനെ പോസ്റ്റ് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. എന്നിട്ട് പരിചയമുള്ളവർ തന്നെയായിരുന്നു അന്ന് ഫുൾ വാങ്ങിയിട്ടുണ്ടായത്. അന്ന് വാങ്ങിയുള്ളവരാരെയും
കാണുന്നുണ്ടെങ്കിൽ അവര് ആ. വിചാരിക്കുന്നുണ്ടാവും. അപ്പോ ആ സമയത്ത് പിന്നെ അങ്ങനെ തന്നെ നിർത്തി, കുറച്ചു മാസം ചെയ്തിട്ടുണ്ടായുള്ളൂ. അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തൊരു ചോദ്യം ഉള്ളത്, പെൺകുട്ടികൾ അതും വളരെ ഏർലി ഏജിൽ, യു ആർ ഇൻ +1, ഞാൻ ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അങ്ങനെ വാങ്ങി വിൽക്കാമെന്നില്ല, ആ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് എങ്ങനെയാ എത്തിയത്? സത്യം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അന്ന് എനിക്ക് ഇങ്ങനെ ഇവിടുത്തെ ചിട്ടകളിലേക്കൊന്നും ഒതുങ്ങണ്ടെന്നുള്ളത് എനിക്ക് അതില് ക്ലാരിറ്റി ഉണ്ടായിരുന്നു. ഇത് എങ്ങനെ ഒരു നോർമൽ കൾച്ചറൽ അതിലേക്ക് ഒതുങ്ങണ്ട. അപ്പൊ എനിക്ക് ഏണും ചെയ്യണം, പക്ഷെ ഞാൻ സ്കൂളിൽ പഠിക്കുക, അപ്പോ എന്താ ചെയ്യേണ്ട അറിയില്ല. അന്നാണ് ഇൻസ്റ്റഗ്രാം ഒക്കെ ഇങ്ങനെ വരുന്ന സമയമായിട്ടുള്ളൂ, ഇങ്ങനെ എല്ലാരിലേക്കും എത്തുന്ന ആ സമയം. ഫോട്ടോസ് ഒക്കെയാണ് പോപ്പുലർ. അതെ, റീലേ ഇല്ല, റീല് പറയുന്ന ഒരു അതേ ഇല്ല, സംഭവം ഇല്ല. അപ്പൊ എനിക്ക് ഇങ്ങനെ ഒറ്റക്ക് ഏൺ ചെയ്യണം, ലൈക്ക് വീട്ടിൽ ഡിപ്പെൻഡ് ചെയ്യരുത് എന്ന് അന്നേ എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കണം അത് വന്ന് ഉണ്ടായത്, ആ ചിന്ത. എന്നിട്ട് പിന്നെ അത് പിന്നെ നിർത്തേണ്ടിയും വന്ന്. അതെ, അതെല്ലാ ഗേൾസും അനുഭവിച്ചിട്ടുണ്ടാവും, പല രീതിയിലും അനുഭവിച്ചിട്ടുണ്ടാവും എല്ലാ ഗേൾസും. അതില് എന്റെ ബിസിനസ് അവിടെ പോയി, പക്ഷെ അത് നന്നായി, അതുകൊണ്ട് എനിക്കിപ്പോ തവയുണ്ട്. അങ്ങനെ പിന്നെ എപ്പോഴാണ് ആഫ്റ്റർ ദാറ്റ് എന്താ സംഭവിച്ചു? യു വെന്റ് ടു കോളേജ്? അതെ, ഞാൻ കോളേജിൽ കയറി. അത് കഴിഞ്ഞിട്ട് ഒരു വർഷം കഴിഞ്ഞപ്പോ ഞാൻ നിർത്തി. എന്നിട്ട് പിന്നെ പോണ്ടിച്ചേരി പോയി. ഡിഗ്രി നിർത്തി? അതെ. എന്തുകൊണ്ടാ നിർത്തി? അത് എനിക്ക് കാലിക്കറ്റിൽ നിന്നും പോണം എന്നുള്ള ഇന്റൻഷനില്. ഞാൻ കൊമേഴ്സ് ആയിരുന്നു എടുത്തിട്ടുണ്ടായത്. അപ്പൊ പിന്നെ എനിക്ക് ഡിഗ്രി കോഴ്സിലൊന്നും താല്പര്യമില്ല. അപ്പൊ ഞാൻ ഹിസ്റ്ററി എടുക്കാൻ കരുതി. എനിക്ക് BCom BBA അതൊക്കെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഹിസ്റ്ററി എടുക്കാൻ കരുതിയിട്ട് അങ്ങനെ കോളേജിൽ കയറി. കോളേജിൽ കയറിയപ്പോ പിന്നെ അവിടെ ഭയങ്കര ഇതായിരുന്നു, ഡിസ്ക്രിമിനേഷൻ, പെൺകുട്ടി ആൺകുട്ടി എന്നൊക്കെ ഉള്ള. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ കോഴിക്കോട് നിന്നാല് സ്റ്റക്ക് ആവും, അല്ലെങ്കിൽ അതെ, ആ ഒരു ഇതിലായിരുന്നു. അപ്പം പുറത്തു പോകണം. വളരെ ഡിഫറെന്റ് ആയിരുന്നു. ഇപ്പത്തെ ഗേൾസ് ഒക്കെ ഭയങ്കരമായിട്ട് ഒന്നും കൂടെ നല്ലതാണ്, ഭയങ്കര സപ്പോർട്ടീവ് ആണ് എല്ലാരും. പക്ഷെ അന്നത്തെ സമയം എന്ന് വെച്ചാൽ ഒട്ടും സപ്പോർട്ടീവ് അല്ല, ഒരു രീതിയിലും സപ്പോർട്ടീവ് ആയിരിക്കൂല. ആരെ പറഞ്ഞിട്ടും കാര്യമില്ല. മാറി വരാൻ സമയം എടുക്കും. അപ്പൊ പിന്നെ വീട്ടിൽ അവതരിപ്പിച്ചു എനിക്ക് ഡ്രോപ്പ് ചെയ്യണം. അതെ. അപ്പൊ എന്ത് സംഭവിച്ചു? ഡെഫിനറ്റ്ലി സമ്മതിക്കൂലോ. പിന്നെ അത് ഡെഫിനറ്റ്ലി സീനായിരിക്കല്ലോ. അപ്പൊ സംഭവം പോണ്ടിച്ചേരിയിലൊക്കെ എത്താൻ കുറെ കഷ്ടപ്പെട്ടുണ്ട്. പക്ഷെ അതൊക്കെ പിന്നീട് ഇപ്പം പറയണ്ട കരുതിട്ടാ. അങ്ങനെ അപ്പോ അങ്ങനെ കഷ്ടപ്പെട്ടെത്തിയതാ പോണ്ടിച്ചേരി. കൊറേ വീട്ടിൽ അടിയുണ്ടാക്കി, എനിക്ക് എങ്ങനെങ്കിലും ഇവിടെ നാട് വിടണം. അതെ. അപ്പോ ഡെഫിനറ്റ്ലി ആരും സമ്മതിക്കൂലല്ല, ഇന്നത്തെ പോലെ അല്ല. ഇന്നെല്ലാരും പുറത്ത് പഠിക്കാൻ പോകുന്നുണ്ട്, അങ്ങനെ കൺട്രി വിട്ടുകൊണ്ട്. അതെ, അന്ന് അതൊന്നും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റാത്തില്ല. പക്ഷെ അന്നേ എനിക്ക് അറിയായിരുന്നു ഇവിടെ നിന്നാ സ്റ്റക്കാ, ഇവിടെ നിന്നാ ലൂപ്പിലായി പോവും, ഗ്രോത്ത് ഉണ്ടാവൂല, ടിപ്പിക്കൽ ഒരു ജീവിതം ജീവിക്കേണ്ടി വരും എന്ന് മനസ്സിലാക്കിയിട്ട്. കാരണം നമ്മളെ മുന്നിൽ തന്നെ ഉണ്ടാവല്ലോ ഒരുപാട് പേരെ ജീവിതം. എനിക്ക് അങ്ങനെ ജീവിക്കണ്ടെന്ന് എനിക്ക് നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പിന്നെ പോണ്ടിച്ചേരി പോണത്. അങ്ങനെ അവിടെ പോയപ്പോ ഞാൻ ഞാൻ ഒട്ടും ജ്വല്ലറി യൂസ് ചെയ്യാത്ത ആളായിരുന്നു, ഒട്ടും യൂസ് ചെയ്യില്ലായിരുന്നു. അപ്പോ ഒരു കമ്മല ഒന്നും ഇല്ലായിരുന്നു. എന്റെ സിസ്റ്ററും അങ്ങനെ തന്നെ ആയിരുന്നു. ഒരുപാട് ഗേൾസിനെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ജ്വല്ലറിയെ തീരെ യൂസ് ചെയ്യില്ലായിരുന്നു. അപ്പോഴാണ് ഞാനൊരു ജുംക്ക ഇട്ട് നോക്കി. അപ്പൊ ഒട്ടും യൂസ് ചെയ്യാത്ത ഞാൻ ഈ ജുംക്ക ഇട്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഭംഗിയായി തോന്നി, ഭയങ്കര ബ്യൂട്ടിഫുൾ. അപ്പൊ ഞാൻ ഈ മുന്നേ ഈ കീ ചെയിൻ ബിസിനസ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ എനിക്ക് ഈ ഒരു ഐഡിയ വന്ന് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയാലോ, കമ്മലിന്റെ ജുംകാസിന്റെ എന്നുള്ളത്. പഴയ കീ ചെയിൻ ബിസിനസ് വീണ്ടും തലയുയർത്തി നോക്കി. അതെ അതെ അതെ. അപ്പൊ അങ്ങനെ ഞാന് പിന്നെ അതിങ്ങനെ അതവിടെ എന്റെ മനസ്സിൽ അതുണ്ട്, ഇയറിങ്സിന്റെ ബിസിനസ് തുടങ്ങണം എന്നുള്ളത്. അങ്ങനെ പിന്നെ ഞാൻ 2 ഫ്രണ്ട്സിനെ അയച്ച് നമ്മള് പിന്നെ ഡിസ്കസ് ചെയ്യായിരുന്നു, എന്തെങ്കിലും തുടങ്ങാം നമുക്ക്, എന്താ പറയാ, ഇങ്ങനെ ഫൈനാൻഷ്യലി എന്തെങ്കിലും ഒരു ഇൻകം വരാൻ എന്നുള്ള. അതെ, ബേസിക്കലി ഹോസ്റ്റലിലും തുടങ്ങിയതാണ്. അങ്ങനെ ഒരു ഹോസ്റ്റൽ റൂം സ്റ്റാർട്ടപ്പ്. അതെ അതെ അതെ. അപ്പോ അങ്ങനെ ഞാൻ ഈ ഐഡിയ പറഞ്ഞു. അപ്പൊ അവര് 2 ആളും ഓക്കെ ആണ്. അങ്ങനെ നമ്മൾ 3 പേരും കൂടി തുടങ്ങിയ
സംരംഭമായിരുന്നു. അങ്ങനെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോ നാച്ചുറലി അവര് പോയി. അന്ന് ജുംകാസ് മാത്രമായിരുന്നു, ഇയറിങ്സ് ജുംകാസ് ഒക്കെ ആയിട്ട്. അപ്പൊ പിന്നെ എല്ലാരും ജോലിയൊക്കെ ആയി, എല്ലാരും ആ വൈകി സൈഡ് ബിസിനസ് ആയിരുന്നു. അതെ അതെ അതെ. അപ്പം ജോലിയൊക്കെ ആയപ്പോ പിന്നെ ഞാൻ മാത്രമായി. അങ്ങനെ ഞാൻ പിടിച്ചു നിന്ന്, ലൈക്ക് എനിക്ക് അറിയായിരുന്നു പിടിച്ചു നിന്നാല് നല്ല ഗ്രോത്ത് ആവും എന്നുള്ളത്. പിന്നെ ഞാൻ മുന്നേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു ട്യൂഷൻ സെന്ററിലും ജോലിക്ക് പോയിണ്ടായിരുന്നു, ജസ്റ്റ് സൈഡായിട്ട് ഇൻകത്തിന് വേണ്ടി. അന്ന് ഞാൻ മനസ്സിലാക്കിയതാ 9 to 5 അല്ലെങ്കിൽ ജോലിക്ക് പോക്ക് എനിക്ക് നടക്കുന്ന പരിപാടിയല്ല. ഒരാൾ അണ്ടറിൽ നിൽക്കാൻ പറയുന്ന ഒട്ടും നടക്കൂലെന്ന് എനിക്ക് അറിയായിരുന്നു. കാരണം ആ ഒരു കുട്ടി ജോലി അയച്ചു തന്നെ എനിക്ക് വേറൊരാൾ അണ്ടറിൽ പറ്റുന്നില്ല. അപ്പൊ എനിക്ക് ഇതില് ഞാൻ ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി. ലൈക്ക് എനിക്ക് അറിയായിരുന്നു അത്ര നല്ല സാധ്യത ഉള്ളതാണ്. അല്ല, ആ സമയമായപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഡെയിലി എത്ര ഓർഡേഴ്സ് അങ്ങനെ ഒരു നമ്പർ ഉണ്ടോ? ഒരു ഫസ്റ്റ് തുടങ്ങുന്ന സമയത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി അറിയുമ്പോ അവർ ഒരുപാട് പേര് വാങ്ങും. അതെ അതെ കറക്റ്റ്. പിന്നെ താഴത്തേക്ക് വരും. അതെ. പിന്നെ നമ്മളിങ്ങനെ പോസ്റ്റ് ഇട്ട് അന്ന് ഇത് തുടങ്ങുന്ന സമയം റീൽസ് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ആയ സമയം, ഇൻസ്റ്റഗ്രാം ഇത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ളൂ. അതെ, റീൽസിന്റെ ഇത്. അപ്പൊ നമുക്ക് ഈ റീൽസ് ഇടാൻ അങ്ങനെ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോ നമ്മള് ചുമ്മാ പോസ്റ്റ് തന്നെയായിരുന്നു വിടാറ്. അങ്ങനെ ഓർഡേഴ്സ് വരായിരുന്നു. എന്നിട്ട് അന്ന് 3 ഓർഡേഴ്സ്, ചിലപ്പോ ഒരു ഓർഡേഴ്സും ഉണ്ടാവില്ല, 5 ഓർഡേഴ്സ്, അങ്ങനെ. പക്ഷെ ആ സമയമായപ്പോഴത്തേക്കും കോഫൗണ്ടേഴ്സ് ജോലി കിട്ടി, ഒരു വേറെ ജോലിക്ക് പോയി. അതെ. കമ്പനി ഒന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല? ഇല്ല. ഇത് വളരെ ബേസിക് ഒരു ബിസിനസ്, ജസ്റ്റ് ഒരു ബിസിനസ് എന്നുള്ള രീതി, സൈഡ് ഹസിൽ. അതെ. നമ്മള് 3 പേര് നന്നായി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവഞ്ച്വലി കാരണം ഒരു ഗ്രോത്ത് ഒന്നുമില്ല, ഒരു ഇൻകം എന്ന് പറയാൻ പ്രത്യേകിച്ച് 3 പേർക്ക് എന്താക്കാനാ ഇതില്. അങ്ങനെ അപ്പൊ നാച്ചുറലി അവര് പോയതാ, അല്ലാണ്ട് നമ്മള് നിർത്താൻ അങ്ങനെ ഒന്നല്ല, അങ്ങനെ പോയി. അപ്പൊ പിന്നെ ഈ അക്കൗണ്ട് ഒരു 2000 ഫോളോവേഴ്സ് ആയി. ആ സമയത്ത് ഇതൊരു ഇപ്പം തൗയ പറയുന്ന പുതിയ അക്കൗണ്ട് ആട്ടോ, അന്ന് പേരും വേറെ ആയിരുന്നു. അപ്പോ ആ സമയത്ത് പിന്നെ ആ അക്കൗണ്ടിൽ, പഴയ അക്കൗണ്ടിൽ ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ആയി കൊലാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ വേറൊരു സംഭവം എന്ന് വെച്ചാൽ അവരായിട്ട് കൊലാബ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഓർഡേഴ്സ് വരും, പിന്നെ ഓർഡേഴ്സ് വരൂല. അപ്പൊ എനിക്ക് മനസ്സിലായി ഓർഗാനിക് ആണ് ഇതിന്റെ ഒരു ക്രക്സ്. അതെ. അപ്പം ഞാൻ പിന്നെ പുതിയ അക്കൗണ്ട് തുടങ്ങി. കാരണം പഴയ അക്കൗണ്ടില് ഷാഡോ ബാൻ ആയി. ഷാഡോ ബാൻ എന്ന് വെച്ചാല് അറിയില്ലേ, ഇൻസ്റ്റഗ്രാമിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് എന്തെങ്കിലും തെറ്റിച്ചാല് ഷാഡോ ബാൻ ആവും, നമ്മൾ അറിയില്ല. അതെ, കൂടുതൽ ആൾക്കാരിലേക്ക് പോവില്ല വെച്ചാൽ അതില് സ്റ്റക്ക് ആവും. അപ്പൊ ഭയങ്കര വിഷമായിരുന്നു. കാരണം 2000 ഫോളോവേഴ്സ് എങ്ങനെയല്ലോ ഉണ്ടാക്കിയെടുത്തതാ, ഒരു വർഷമായി. അപ്പൊ പിന്നെ അന്ന് എല്ലാം ബാർട്ടർ കൊളാബറേഷൻസ് ആയിരിക്കും, ഒരു 4-5 ആളായിട്ട് അന്ന് കൊലാബ് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. എത്ര ഫോളോവേഴ്സ് ഉള്ള ആൾക്കാരായിട്ട് കൊലാബ് ചെയ്തിരുന്നത് അന്ന് എനിക്ക് ഓർമ്മയില്ല സത്യം പറഞ്ഞാൽ. ഓർമ്മയില്ല സത്യം പറഞ്ഞ. അങ്ങനെ അപ്പം പിന്നെ എനിക്ക് മനസ്സിലായി ഇതില് പിന്നെ ഓർഡേഴ്സും കിട്ടൂല, വളരെ ചിലരടുത്തുനിന്ന് മാത്രമേ 1-2 ഓർഡേഴ്സ് ഒക്കെ കിട്ടിയാലേ ആവുള്ളൂ. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഇത് സംഭവം നമ്മള് മാർക്കറ്റിംഗ് ആണ്, അല്ലാണ്ട് സെയില് ചിലപ്പം കിട്ടൂല, നമ്മളെ ബ്രാൻഡിങ്ങിനാണ് നല്ല ഉപകാരപ്പെടുമെന്ന് മനസ്സിലായി. പക്ഷെ അപ്പൊ ഞാൻ അങ്ങനെ അക്കൗണ്ട് മാറ്റാന്ന് തീരുമാനിച്ചു. അത് 1 വർഷം കഷ്ടപ്പെട്ടിട്ട് 2000 ഫോളോവേഴ്സ്. അപ്പൊ അത് ലിറ്ററലി 0ലേക്ക് പോവാണ്. പക്ഷെ എനിക്ക് മനസ്സിലായി ആ ഒരു സ്റ്റെപ്പ് എടുക്കന്നെ വേണമെന്ന് മനസ്സിലായി. അങ്ങനെ ആ സ്റ്റെപ്പ് എടുത്ത് പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ഭയങ്കര വിഷമായിരുന്നു. എല്ലാരും ഇങ്ങനെ 100-200 ചോദ്യങ്ങൾ, എന്തിനാ അങ്ങനെ ആയിട്ട് ഇല്ല ഇത് തുടങ്ങിയേ പറ്റൂ എന്നുള്ളത്. ഷാഡോ ബാൻ ഒന്നും ആർക്കും അറിയൂല. അപ്പൊ ആരോട് പറഞ്ഞു ഷാഡോ ബാൻ റിമൂവ് ചെയ്യാൻ വഴികളൊന്നുമില്ല. കാരണം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് തെറ്റിച്ചാല് പിന്നെ അതെന്താ വിഷയം പറ്റി വെച്ചാല് 2 അക്കൗണ്ട് ഉണ്ടാവും. പ്രൊഫഷണൽ അക്കൗണ്ടില് ബിസിനസ് അക്കൗണ്ടും ഉണ്ട്, ക്രിയേറ്റർ അക്കൗണ്ടും ഉണ്ട്. ഈ ബിസിനസ് അക്കൗണ്ട് ചൂസ് ചെയ്താല് നമുക്ക് മ്യൂസിക്
ആക്സസ് ചെയ്യാൻ പറ്റില്ല, കാരണം അതിന് കോപ്പി റൈറ്റ് വരും. ഓക്കെ. എല്ലാ പാട്ടുകളില്ലേ അത് റീൽസിൽ സ്റ്റോറീസിലൊന്നും നമുക്ക് മ്യൂസിക് വരൂല. ഓക്കെ. പക്ഷെ റിമിക്സ് ആയ മ്യൂസിക് ഇല്ലേ വെച്ചാ റാൻഡം ആൾക്കാർ ചെയ്യുന്ന അതൊക്കെ ആക്സസ് ഉണ്ടാവും. ഈ ആക്ച്വൽ പാട്ടുകൾക്ക് ആക്സസ് ഇല്ല, കോപ്പി റൈറ്റ് വരും. അപ്പൊ ഞാൻ എന്താന്ന് ചെയ്ത വെച്ചാൽ അന്ന് ബിസിനസ് അക്കൗണ്ടാ. അപ്പൊ അന്ന് ഞാൻ ചെയ്ത ഇൻഷോട്ടില് പാട്ടിടും, എന്നിട്ട് ഇതില് പോയി അപ്പൊ അത് കോപ്പി റൈറ്റ് ആയി. അതാണ് അതിന്റെ ഇത്. നമ്മള് ഈ ഫൗണ്ടേഴ്സ് എപ്പോഴും ഉടായിപ്പാണല്ലോ. അപ്പൊ എനിക്ക് അറിയില്ലായിരുന്നു, ഞാൻ ഒന്നും അറിയില്ലായിരുന്നു. അപ്പം കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് തെറ്റി. അപ്പൊ ഞാൻ മനസ്സിലാക്കി വെച്ച സംഭവം ബിസിനസ് അക്കൗണ്ടും ക്രിയേറ്റർ അക്കൗണ്ടും ഒരു വ്യത്യാസവും ഇല്ല. ജസ്റ്റ് ഒന്നിന് മ്യൂസിക് ആക്സസ് ഉണ്ടാവും, മറ്റേതിന് മ്യൂസിക് ആക്സസ് ഇല്ല എന്നുള്ളത് മാത്രം. ഞാൻ പുതിയ അക്കൗണ്ട് ഉണ്ടാക്കി, ക്രിയേറ്റർ അക്കൗണ്ട്. അങ്ങനെ ഉണ്ടാക്കി വീണ്ടും ഒന്നേന്നും തുടങ്ങി. ലൈക്ക് 0 ഫോളോവേഴ്സ്, 0 എല്ലാം 0. പോസ്റ്റ് ഇട്ട് അങ്ങനെയാണ് റീൽസ് ചെയ്യാൻ തുടങ്ങി. റീൽസ് ഇങ്ങനെ ഇട്ട് ലൈക്ക് ഐ വാസ് ഫെയിലിംഗ് എവറി ഡേ. ലൈക്ക് എന്റെ എയിം എന്ന് വെച്ചാൽ ഓർഗാനിക്കലി ഗ്രോ ആവാന്നുള്ളതാ. അപ്പം നമ്മളൊരു കാര്യം ട്രൈ ചെയ്യും, ഫെയിൽ ആവും, ഇറ്റ്സ് ഓക്കെ. പക്ഷെ ഇത് എവറി ഡേ ആ റീൽ ഇടുന്ന്, എവറി ഡേ ഫെയിൽ ആവുന്നു. അങ്ങനായിരുന്നു. അപ്പം പിന്നെ ഇതില് വേറെ ഒരു കാര്യം, അതിനൊരു ചങ്കുറപ്പ് വേണം. അതാണ് ഫൗണ്ടേഴ്സിനുള്ളത്. അതെ അതെ. ടുഡേ ഇസ് ദ ഡേ പറഞ്ഞിട്ടായിരുന്നു ഞാൻ റീൽ ഇട്ടുണ്ടായിരുന്നത്. ടുമോറോ ഇസ് ദ ഡേ പറഞ്ഞിട്ടല്ല, കാരണം അത് പിന്നെ ഫ്യൂച്ചറിലാണല്ലോ. അപ്പൊ ഇന്ന് നടക്കും പറഞ്ഞിട്ടുള്ള രീതിയിലായിരുന്നു ഞാൻ റീൽസ് ഇട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ ഇവൻച്വലി ഗ്രോ ആയി. 2000 ഫോളോവേഴ്സ് പെട്ടെന്ന് അടിച്ച്. കാരണം ഞാൻ ഒന്നുകൂടി എനിക്കറിയാലോ ഇനി എന്തൊക്കെ ഇവിടെ ചെയ്യരുത് എന്നുള്ളത്. അപ്പം ഭയങ്കരമായിട്ട് ഗ്രോ ആയി. അങ്ങനെ ഗ്രോ ആയി 2000 ഫോളോവേഴ്സ് പെട്ടെന്നായി. ആ ഒരു 2000 ഫോളോവേഴ്സിലേക്കല്ല ഒരു കണ്ടന്റ് സ്ട്രാറ്റജി എന്തായിരുന്നു? അത് ഞാൻ റീൽസ് തന്നെ, റീൽസ് വഴി ഇങ്ങനെ. പിന്നെ കണ്ടന്റ് എന്തായിരുന്നു? ലൈക്ക് ആ പിന്നെ പ്രൊഡക്റ്റിന്റെ കണ്ടന്റ്? അതെ, ഫുൾ പ്രോഡക്ട്സ് കണ്ടന്റ്. അത് അന്ന് എനിക്കൊന്നും അറിയൂല, സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പൊ ഇങ്ങനെ ഫുൾ കണ്ടന്റ് മാത്രം ഇങ്ങനെ പ്രോഡക്ട്സിന്റെ മാത്രം ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നായിരുന്നു. അങ്ങനെ പിന്നെ ഇതിലേക്കായി, ഈ അക്കൗണ്ടിലേക്കായി. അങ്ങനെ അത് റീലിട്ട് അങ്ങനെ കുറച്ച് സെയിലൊക്കെ വന്ന്, ഓർഡേഴ്സ് വന്ന്. ആ ഓർഡേഴ്സ് മെസ്സേജ് ആയിട്ട് ഇതില് എന്താ ചെയ്തത് എന്ന് വെച്ചാല്, ഞാൻ എന്റെ ഫീൽഡിലുള്ള വേറെ അക്കൗണ്ട്സ് പോയിട്ട് അവരെ വൈറൽ റീൽസ് അവരെങ്ങനെയാണ് ഇത് ചെയ്തത് അങ്ങനെ റെഫർ ചെയ്യും. കാരണം നമുക്കൊരു അതെ വെച്ചാല് എങ്ങനത്തെ രീതിയിൽ ചെയ്താലാണ് വർക്ക് ആവാന്ന്. പിന്നെ നെക്സ്റ്റ് അതായി ലൈക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം വീഡിയോ, എങ്ങനെ എൻഡ് ചെയ്യണം, അങ്ങനെ പിന്നെ ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. ചെയ്ത് അങ്ങനെ ഇതായി. ഓക്കെ. അപ്പൊ അത് DM-ൽ വന്നു. ആൻഡ് ദെൻ അടുത്തൊരു സ്റ്റെപ്പ് എപ്പോഴാണ്? അതായത് DM-ൽ നമുക്ക് ഇത്ര ഓർഡേഴ്സ് വരല്ലോ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. സോ പിന്നെ ഇങ്ങോട്ടേക്കാണ് ഇത് കൊണ്ടുപോയത്. അതായത് നിങ്ങൾ ബാക്കിയുള്ള അക്കൗണ്ട്സ് ഒക്കെ നോക്കി അവിടുന്ന് ഏകദേശം ഒരു കണ്ടന്റ് സ്ട്രാറ്റജി പഠിച്ചു. ആൻഡ് യു ഓൾസോ ട്രൈ ടു യു ഹാഡ് യുവർ ഓൺ തിങ്സ്. ആ കണ്ടന്റ് സെറ്റ് ആക്കി. പിന്നെ ഈ 2000-നും 3000 ഫോളോവേഴ്സിലേക്കൊക്കെ ഒരു വർഷം എടുത്തിട്ടുണ്ടാവാന്. ലൈക്ക് അത്ര സ്ലോ ഗ്രോത്ത് ആയിരുന്നു. സ്ലോ എന്ന് വെച്ചാൽ അത്രയും സ്ലോ ഗ്രോത്ത് ആയിരുന്നു. അപ്പോ ഇങ്ങനെ എല്ലാ ദിവസവും ഇടാ വർക്ക് ആവുന്നില്ല, എല്ലാ ദിവസവും ഇടാ വർക്ക് ആവുന്നില്ല, അങ്ങനത്തെ ഒരു ടാസ്ക് ആയിരുന്നു. പക്ഷെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ചെയ്യുന്നതില്. പക്ഷെ കുഴപ്പമില്ല അങ്ങനത്തെ രീതിയില്. ലൈക്ക് ഇല്ല ആ ഒരു രീതിയില്. എനിക്കാണെങ്കിൽ എന്റെ ഇത് വെച്ചാല് എന്റെ കാര്യങ്ങൾ നടത്തണം അങ്ങനെയല്ലായിരുന്നു. എന്റെ ബിഗ്ഗസ്റ്റ് ഇൻസ്പിറേഷൻ എന്റെ കാക്കി അവര് പാരന്റ്സിനെ നോക്കണ കണ്ടിട്ട് എനിക്കും നോക്കണം ഇങ്ങനെ. ആ ഒരു ഇത് മൈൻഡ് സെറ്റ് ആയിരുന്നു. ലൈക്ക് എന്റെ ഇത് ലൈക്ക് അത്രയും നോക്കണം ബാക്കിയുള്ളവർക്ക്. അപ്പൊ എനിക്ക് ലൈക്ക് ഇറ്റ് വാസ് നെവർ ഇനഫ് ഇൻ ദ സെൻസ് എനിക്ക് ഇനിയും നല്ലോണം കൊടുക്കാൻ പറ്റണം എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ബ്രദറും സിസ്റ്ററും വർക്ക് ചെയ്യാണ്. അതെ. എന്റെ ബ്രദർ വീഡിയോഗ്രാഫർ, ഫോട്ടോഗ്രാഫർ, എഡിറ്റിംഗ് ആ മേഖലയിലാണ്, സൗദിയിലാണ്. സിസ്റ്റർ ഇപ്പം കറന്റ്ലി ഒരു ഫേമിന് വേണ്ടി വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ മകനുള്ളതിനെ കൊണ്ട് അതിന്റെ ഓൺലൈൻ ജോബാണ് അത്. അപ്പം ഓഫീസിൽ പോയിട്ട് നല്ല ജോലിയായിരുന്നു. അപ്പം അവര് നോക്കുന്ന കണ്ടിട്ടായിരുന്നു എന്റെ ഇൻസ്പിറേഷൻ. അങ്ങനെ നോക്കണം.
Fine. എന്നുള്ള. ഓക്കെ, പക്ഷെ ഒരിക്കലും ഒരു ജോബ് പറ്റൂല എന്ന് അന്നേ തീരുമാനമായി. അതെ, ആക്ച്വലി ഈ ജേർണിന്റെ ഹാർഡസ്റ്റ് പാർട്ട് പറയുന്നത് തന്നെ നോട്ട് ഗെറ്റിംഗ് എ 9 to 5 ജോബ് ആയിരുന്നു. കാരണം അത്രയും ഒരു കാശും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ലൈക്ക് എന്റെ ഏജുള്ള ഗേൾസ് കല്യാണം കഴിക്കുന്നു, എന്റെ ഏജുള്ള ബോയ്സ് റിയൽ ജോബ് കിട്ടുന്നു. അപ്പം ഞാൻ ഈ സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ തന്നെ ഒരുപാട് തവണ വിചാരിച്ചിട്ടുണ്ട് എന്നാ ജോലിക്ക് പോയാലോ. അപ്പൊ അന്നേ എനിക്ക് ലാംഗ്വേജ് ഉണ്ടായിരുന്നു, ഇംഗ്ലീഷ് എന്നുള്ള ലാംഗ്വേജ്. അപ്പം എന്റെ ഫാമിലിയിൽ നിന്നൊക്കെ എല്ലാവരും പറയും നിനക്ക് എത്ര നല്ല ജോലി കിട്ടും, നീ എന്തിനാ ഇത് ചെയ്യുന്നത്. കാരണം അവര് കാണുന്ന സ്ട്രഗിൾ ചെയ്യുന്ന മാത്രം. അപ്പൊ ആരായാലും പറഞ്ഞു എന്താ പറയാ, ഞാൻ വോക്ക ചോക്ലേറ്റ്സിന്റെ അശ്വിൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. സ്വയം കത്തിയെടുത്ത് കുത്തണ, സ്വയം പിന്നെ എന്താ പറയാ ഫ്രിഡ്ജിൽ കൈ കൊടുക്കാൻ ശ്രമിക്കണ. സോ ആ ഒരു മോഡലാണ്. യു ആർ ജസ്റ്റ് നമ്മള് കോൺസ്റ്റന്റ്ലി പെയിൻ ഇൻഫ്ലിക്ട് ചെയ്യാണ് സോ ദാറ്റ് വി ക്യാൻ ഗ്രോ. ഇപ്പം മസിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ ഡേ 1 മസിൽ ബിൽഡ് ആവുമല്ലോ. യു ഹാവ് ടു കണ്ടിന്യൂസ്ലി വെയിറ്റ് എടുത്ത് മസിൽ ബ്രേക്ക് ആയി പിന്നെ അത് ബിൽഡ് ചെയ്ത് വരണം. ഈ ജേർണിയിൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തതും എനിക്കറിയായിരുന്നു നമ്മളെ ഈ മൈൻഡ് സെറ്റ് ഒക്കെ. കാരണം ഞാൻ പറയുന്നത് അത്രയും ബേസിക് ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നും വരുന്നതാ. അധിക പേരും ഇന്ത്യയില് ബേസിക് മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്നത്. അപ്പൊ നമുക്ക് എപ്പോഴും പോർ മൈൻഡ് സെറ്റ് ആയിരിക്കും, പ്രത്യേകിച്ച് പൈസനെ കുറിച്ചിട്ട്. പൈസ ഇനഫില്ല എന്നുള്ള ചിന്തയായിരിക്കും. അപ്പൊ ആദ്യം ആ തോട്ട്സ്, ആ മൈൻഡ് സെറ്റ് ബ്രേക്ക് ചെയ്യാന്നുള്ളതായിരുന്നു. ലൈക്ക് ഞാൻ അതിന് ഫസ്റ്റ് ചെയ്ത, ഞാൻ ഒട്ടും ബുക്സ് വായിക്കില്ലായിരുന്നു. എന്റെ സിസ്റ്റർ നന്നായി ബുക്സ് വായിക്കാനും ഈ ഓരോരോ നോവൽസും ഇതും. അപ്പൊ അന്നേ ഞാൻ അടി ബുക്സ് വായിക്കോ അങ്ങനെ ആയിരുന്നു. അന്ന് ഞാൻ വായിക്കില്ല, എനിക്ക് ഭയങ്കര അഭിമാനമാണ് ഞാൻ ബുക്ക് വായിക്കില്ല എന്നുള്ളത്. അങ്ങനെ ഒരുപാട് പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ ഞാന് ഈ ബിസിനസ് തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി മൈൻഡ് സെറ്റ് ആണ് ഫസ്റ്റ് മാറ്റേണ്ടതെന്നുള്ള. അപ്പം ഞാൻ ബുക്സ് വായിക്കാൻ തുടങ്ങി. ലൈക്ക് മൈൻഡ് ട്രെയിനിങ് ബുക്സ് മാത്രം. ലൈക്ക് എങ്ങനത്തെ ബുക്സ് വായിക്കാൻ തുടങ്ങി? ലൈക്ക് ഈ സെൽഫ് ഹെൽപ്പ് ബുക്സ്, ലൈക്ക് നമ്മളെ മൈൻഡ് എങ്ങനെ മാറ്റാം എന്നുള്ളത്. കാരണം എനിക്ക് മനസ്സിലായി നമ്മൾ ജീവിക്കുന്നതും ഒരു ഗ്രൂപ്പ് ഓഫ് മൈൻഡ് സെറ്റ് ഉള്ളവരെ കൂടാണ്. അപ്പൊ നമ്മളെപ്പോഴും അതിലൊരു സ്റ്റക്ക് ആവും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഇത് നമ്മളെ സൊസൈറ്റിയിലുള്ള എല്ലാരും അങ്ങനെ, നമ്മളെ കൾച്ചർ അങ്ങനെ ആണല്ലോ. അപ്പം ബുക്സ് വായിക്കാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി സംഭവം ലൈഫ് നമ്മൾ വിചാരിക്കുന്ന അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. നമ്മൾ ഇനഫ് നമ്മളെ ബ്ലെസ്സിങ്സിൽ നോക്കാത്തതിന്റെ ഇഷ്യൂ ആണ്. അങ്ങനെ ബുക്സ് വായിച്ച് ലൈക്ക് എവറി ഡേ മോർണിംഗ് എണീറ്റാൽ, അതും ഞാൻ ഒട്ടും ബുക്ക് വായിക്കാത്ത ആള് പെട്ടെന്ന് വായിക്കാൻ തുടങ്ങാം. ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. ആദ്യം 5 മിനിറ്റ് വെച്ച് തുടങ്ങി, പിന്നെ 10 മിനിറ്റ്, പിന്നെ 1 മണിക്കൂർ. അങ്ങനെ വായിച്ച് മൈൻഡ് സെറ്റ് റെഡി ആയി. ലൈക്ക് ഏതൊക്കെ ബുക്സിന്റെ പേരുകൾ ഓർമ്മയുണ്ടോ ആ സമയത്ത് വായിച്ച? പിന്നെ ഇപ്പോഴും വായിക്കും എവറി ഡേ. അത് ബ്രേക്ക് ആയിട്ടില്ല. ഏതൊക്കെ ബുക്സ് ആയിരിക്കും വായിച്ചേ? ഞാനിപ്പോ ബിഗിനേഴ്സിന് സജസ്റ്റ് ചെയ്യാം ഫസ്റ്റ് തന്നെ ദ ആർട്ട് ഓഫ് ലേസിനെസ്, കുഞ്ഞു ബുക്കാ. പിന്നെ ഇത് ഞാൻ കുറച്ചു മുന്നേ 2 വർഷം മുന്നേ വായിച്ച ബുക്കാ. ആ സമയത്ത് വായിച്ചത് അൺലിമിറ്റഡ് പവർ പറഞ്ഞിട്ടുള്ള ബുക്ക്, പിന്നെ യു ക്യാൻ വിൻ, പിന്നെ തിങ്ക് ഗ്രോ ആൻഡ് റിച്ച്, പിന്നെ ദ സീക്രറ്റ്, അടിപൊളി ബുക്ക്. സീക്രറ്റിന്റെ നെറ്റ്ഫ്ലിക്സിൽ ഡോക്യുമെന്ററി ഉണ്ട്. ആണോ? യൂണിവേഴ്സ് വിൽ കോൺസ്പയർ ഫോർ യു. അതെ, അത് വളരെ സത്യ. പിന്നെ ഒരുപാട് ബുക്സ് ലൈക്ക് മാനിഫെസ്റ്റ്. 5 AM ക്ലബ് വായിച്ചിട്ടുണ്ടോ? ഇല്ല, 5 AM ക്ലബ് വായിച്ചിട്ടില്ല. അത് ഞാൻ ഇപ്പൊ വാങ്ങിച്ചിട്ടുണ്ട്, അത് അതിലേക്ക് എത്തിയിട്ടില്ല. ബുക്സ് അങ്ങനെ വാങ്ങി വെക്കും. ഇപ്പൊ ഇങ്ങനെ ഭയങ്കര അഭിമാന, ലൈക്ക് ഒരു അസറ്റാ. പിന്നെ കൂടി വരുമ്പോ ഭയങ്കര സന്തോഷം, ഇതൊക്കെ എന്റെയാ അങ്ങനത്തെ ഒരു. അല്ല, ബുക്സ് ഭയങ്കരമായിട്ട് ഞാനും എനിക്കൊന്ന് ഐ സ്റ്റാർട്ടഡ് റീഡിങ് 2020 വായിച്ചു തുടങ്ങിയത്. അത് കുറെ അടി കൊണ്ടതിന് ശേഷം മനസ്സിലായി, ഇത് പിന്നെ ഇത് എവിടുന്ന് പഠിക്കും, ആ പഠിക്കൊക്കെ ബുക്സിലെല്ലാം ഉണ്ട്. ഓക്കെ, ഞാൻ ബുക്ക് വായിക്കണം. അങ്ങനെ ഐ തിങ്ക് എന്റെ ഫസ്റ്റ് ബുക്ക് ദ ലീൻ സ്റ്റാർട്ടപ്പ് ബൈ എറിക് റീസ് പറഞ്ഞിട്ട് ബുക്കാ. അത് വായിച്ചു, പിന്നെ അങ്ങോട്ട് നിന്നിട്ടില്ല. ഐ ലിറ്ററലി റീഡ് എവറി സിംഗിൾ ഡേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ച് ബ്രേക്ക് ആയി, 3-4 ദിവസമായിട്ട് ബ്രേക്ക് ആയി. അപ്പൊ നമ്മളെ പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ ടീം മെമ്പർ ഉണ്ട് നാജി. അപ്പൊ അവൻ അൽമനാക്ക് ഓഫ് എന്തായിരുന്നു ആ ബുക്കിന്റെ പേരെന്തായിരുന്നു? നവൽ രവികാന്ത്, അൽമനാക്ക് ഓഫ് നവൽ രവികാന്താ. അപ്പൊ നവൽ രവികാന്ത് ഹാസ് ചേഞ്ച് മൈ ലൈഫ് ഫോർ ദ ഗുഡ്. കാരണം ഹി ഹാസ് എ പിന്നെ എന്താ പറയാ ഹൗ ടു ഗെറ്റ് വെൽത്തി റിച്ച് വിത്തൗട്ട് ഗെറ്റിംഗ് ലക്കി. സോ അതിന്റെ ഒരു പോഡ്കാസ്റ്റ്, അത് ഭയങ്കര ഫേമസ് ആണ്. എനിവേസ്, ഓക്കെ, ബുക്സ് ഡെഫിനറ്റ്ലി ചേഞ്ചസ്. പിന്നെ പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ്, ഒരുപാട് ബുക്സ് ഉണ്ട്. ഓക്കെ,
അങ്ങനെ അപ്പൊ ബുക്ക് വായിച്ചു, സോ യു സ്റ്റാർട്ടഡ് ചേഞ്ചിങ് യുവർ മൈൻഡ് സെറ്റ്. അതെ അപ്പൊ 3000 ഫോളോവേഴ്സ് എത്തി. അതെ Then what happened? 3000 ഫോളോവേഴ്സ് പറയുന്നത് ഇപ്പൊ അന്നത്തെ 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് 2020 നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, 2021 ഒക്കെ ആയപ്പോഴത്തേക്കും 3000 ഫോളോവേഴ്സിലേക്ക് 2021 2000 തന്നെ 2022 3000. ഓക്കെ. പിന്നെ ഇത് ബിസിനസ് തുടങ്ങാൻ തന്നെ കാരണം എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോവാ പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമായിരുന്നു. ഓരോരുത്തർക്ക് ഓരോ ഇഷ്ടങ്ങളാണ്. അതെ, ബിസിനസ് തുടങ്ങുന്ന മുന്നേ ഞാൻ നന്നായി ലെറ്റേഴ്സ് എഴുതായിരുന്നു. ഒരു സമയം എനിക്ക് സ്മാർട്ട് ഫോൺ ഇല്ലായിരുന്നു കുറെ കാലം. ഇപ്പൊ ഈ തൗയ തുടങ്ങുന്ന സമയത്തൊന്നും സ്മാർട്ട് ഫോൺ ഇല്ല, നിൽക്കുന്ന ഫോണാ. എന്നിട്ട് ഞാൻ ഫ്രണ്ട്സിന്റെയിലായിരുന്നു ഈ പോസ്റ്റും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടും ഇല്ല ഒരു സ്മാർട്ട് ഫോൺ ഉള്ള ആളായി മാറും ഞാൻ, കാരണം വേണ്ടാന്ന് വെച്ചതായിരുന്നു. പിന്നെ അപ്പൊ ഞാൻ ഫ്രണ്ട്സിനൊക്കെ കോണ്ടാക്ട് ചെയ്യല്, കോളിംഗ് ഉണ്ട്, പക്ഷെ ഞാൻ ലെറ്റേഴ്സ് എഴുതായിരുന്നു. നന്നായി ഒരുപാട് എഴുതായിരുന്നു. ഏത് ഇയറിലായിരിക്കും അവസാനം ലെറ്റർ ലാസ്റ്റ് എഴുതിയത്? ഇപ്പഴും ഞാൻ അങ്ങനെ നൈസായിട്ടൊക്കെ എഴുതാറുണ്ട്, പക്ഷെ ടൈമില്ല. കാരണം ലെറ്റർ നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഒരു പേജ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു 30-40 മിനിറ്റ് ആവും. നമ്മള് ടൈം പോണ അറിയില്ല, ഭയങ്കര രസാണ്. അപ്പോ ഇപ്പൊ അതിനുള്ള ടൈമില്ല. ഒബ്വിയസ്ലി ഇവിടെ ഓർഡർ പാക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ ഏതൊരു ഫ്രണ്ട് കണ്ടിരുന്നു, അവൻ പറഞ്ഞത് 2 മണി 3 മണിക്കൊക്കെ ഇരുന്ന് ഓർഡർ പാക്ക് ചെയ്യുന്നത് കാണാം. അതെ അതെ. അപ്പോ ഞാൻ ലാസ്റ്റ് ആയിട്ട് എഴുതിയ എപ്പോഴാ ഓർമ്മയില്ല, എന്തായാലും 1-2 വർഷമായി. ആ സമയം അങ്ങനെ അത്രയും ഒരുപാട് പേർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, കിട്ടാനും രസമായിരുന്നു. അതൊരു രസമാണ്, കാരണം ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലേ. അതെ, അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ പോവാ ഭയങ്കര രസമായി. അപ്പഴാണ് അതും ഇതും കൂടാണ് ഞാൻ കമ്പൈൻ ചെയ്തത്. ഇങ്ങനെ പാക്ക് ചെയ്യാ, പോസ്റ്റ് ഓഫീസിൽ പോവാ, ഭയങ്കരമായിട്ട് സന്തോഷം കിട്ടുന്ന സാധനം. ഇപ്പൊ വീണ്ടും ജ്വല്ലറി ഒടുങ്ങിയപ്പോ കുഞ്ഞു സാധനം പാക്ക് ചെയ്യുന്ന ഭയങ്കരമായിട്ട് വീണ്ടും അത്രയും മിസ്സും ചെയ്തല്ലോ. അപ്പൊ ഒന്നുകൂടെ ഇത് കൂടി, ഒരു കമ്മിറ്റ്മെന്റ് കൂടി. എനിക്ക് ഇതില്ലാണ്ട് പറ്റൂല എന്നുള്ളൊരു സീനായി. അങ്ങനെ പിന്നെ ഞാന് റീലിട്ട് വൈറലാവാൻ തുടങ്ങി. അന്ന് വൈറലാവാന്നൊക്കെ പറയുന്ന ബാഗ്സിലായിരുന്നു ഫസ്റ്റ് വൈറലായത് വീഡിയോ. വൈറലാവണമെങ്കിൽ എത്ര വ്യൂസ് കിട്ടണം? അന്ന് ഫസ്റ്റ് വൈറലായത് 200K വ്യൂസോ അങ്ങനെ എന്തായിരുന്നു, 150K വ്യൂസോ അങ്ങനെ എന്തായിരുന്നു അന്ന് വൈറലായപ്പോ കിട്ടിയത്. പിന്നെ ഞാന് വീണ്ടും പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് എന്റെ ഉപ്പന്റെ കൂടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഫസ്റ്റ് വൈറൽ. അത് അനുഷ്ക ശർമ്മ വരെ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും റീല്. ഉപ്പന്റെ കൂടെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നതല്ല, പിന്നെ ഉപ്പനെ കണ്ടിട്ടാണ് ഞാൻ മനസ്സിലാക്കി നിങ്ങൾ മലയാളിയാണ്. അപ്പൊ അത് 7 മില്യൺ വ്യൂസ് ഒക്കെ അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം 2 വർഷത്തിന് ശേഷമാണ് പിന്നെ ഒരു വീഡിയോ വൈറൽ ആവുന്നത്. 150K ഫോളോവേഴ്സ് അല്ല വ്യൂസ് വരുന്ന ഒരു വീഡിയോ വൈറലായി. അതിന് ശേഷം പിന്നെയും ഈ ജ്വല്ലറി തുടങ്ങിയതിന് ശേഷം പിന്നെ വീഡിയോ ഇട്ടിട്ട് പിന്നെ വൈറൽ ആവാൻ തുടങ്ങിയത് ഈ ജാനുവരി മുതലാണ്. ഈ ഫെബ്രുവരി തൊട്ടിട്ട് ശരിക്ക് അടിച്ചു കയറി തുടങ്ങി. അതെ, അച്ഛാ എല്ലാരും പറയും ലക്കി അങ്ങനെ, ലൈക്ക് നമ്മള് ബിൽഡ് ചെയ്തെടുത്തതാണ് 4.5 വർഷം. അങ്ങനെ ആ വൈറലാവുന്ന സമയം 4 വർഷം 4 വർഷം കഷ്ടപ്പെട്ട് ഇങ്ങനെ ആക്കി വെച്ചതിനെ കൊണ്ട് ലൈക്ക് റിസൾട്ട് കിട്ടും എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം അത്രയും ബുക്സ് വായിക്കുമ്പോഴും ഒക്കെ നമുക്ക് ഹോപ്പ് പോവില്ല. കാരണം അത്രയും പേരെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ ആണല്ലോ നമ്മൾ വായിക്കുന്നത്. അപ്പം ഈ ബുക്സ് വായിച്ചില്ലായിരുന്നെങ്കിൽ എപ്പോഴോ ഞാൻ ഇതൊക്കെ നിർത്തിയിട്ട് പോയി. കാരണം നമുക്ക് നമ്മളെ ചുറ്റുപാടും അത്രത്തോളം ബിസിനസ് ചെയ്യുന്നവരൊന്നും എന്റെ മുന്നിലും ഇല്ലായിരുന്നു. എനിക്ക് ഈ കൺസിസ്റ്റൻസി സംഭവം ഒന്നും അറിയില്ലായിരുന്നു. പിന്നാണ് ലൈക്ക് അത് കൺസിസ്റ്റൻസി ഇസ് ദ കീ എന്ന് മനസ്സിലാക്കി. എവറി ഡേ ചെയ്യണം. എവറി ഡേ നമ്മൾ ഇനിയിപ്പോ റീലിട്ടില്ലെങ്കിൽ വർക്ക് ചെയ്തും കൊണ്ടിരിക്കണം. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വർക്ക് ചെയ്തും കൊണ്ടിരിക്കും. അങ്ങനെ ഈ ഫെബ്രുവരിയിലാണ് ലൈക്ക് ഞാൻ വിചാരിച്ച രീതിയിലേക്ക് ആയത്. ഈ ലക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ക്രിയേറ്റഡ്. ലക്ക് ചുമ്മാ നമ്മളെ തേടി വരൂല. You have to keep working on it, then luck comes finds you. അതെ, ഞാൻ ലക്കില് ഒരു തുള്ളി പോലും വിശ്വസിക്കുന്നില്ല. കാരണം നമ്മൾ 100% കൊടുത്ത എന്തും വിജയിക്കും, എന്തും. അപ്പൊ ലൈക്ക് ഇത് വെച്ചാല് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഒന്നല്ല. ലൈക്ക് അത്രയും ചിന്തിച്ച് ഇതാക്കി ഒരു പ്രോഡക്റ്റ് കൊണ്ടുവരുന്നല്ല.
ഇത് ഓൾറെഡി നമ്മൾ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു സംഭവം. അതെ അപ്പം ലൈക്ക് എന്തിതാണെങ്കിലും ക്രിയേറ്റീവ് ആണെങ്കിലും അല്ലെങ്കിലൊക്കെ സക്സസ്ഫുൾ ആവും നമ്മൾ അത്രയും 100% കൊടുത്താല്. അതും എവറി ഡേ ടുഡേ ഇസ് ദ ഡേ പറഞ്ഞിട്ട് തുടങ്ങും വേണം. ലൈക്ക് അതേ സ്പിരിറ്റില്. പിന്നെ നമ്മള് ഡയറ്റ്, ഇപ്പൊ എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടം മധുരം കഴിക്കാൻ. അത് ഞാൻ ഒറ്റയടിക്ക് നിർത്തി, ഒക്കെ തവയൊക്കെ വേണ്ടി. ലൈക്ക് കാരണം എനിക്ക് മനസ്സിലായി ഷുഗർ കഴിച്ചാൽ നമ്മൾ ലേസി ആവും. ലൈക്ക് വൈറ്റ് ഷുഗർ കേട്ടോ, ഞാൻ വൈറ്റ് ഷുഗർ മാത്രമാണ് നിർത്തിയത്. അപ്പൊ 2.5 വർഷം മുന്നേ, ഒരു ജാനുവരിയിൽ 2.5 വർഷം മുന്നേ ഞാൻ നിർത്തിയത്. അന്ന് എല്ലാരും ചോദിക്കും നീ അത്ര വെയിറ്റ് ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ആരും പോകാത്ത വഴിയുടെ സഞ്ചരിക്കേണ്ടി വരും ഓണ്ടർപ്രീനർഷിപ്പ് ആവുമ്പോ. പക്ഷെ ഞാൻ ബുക്സിൽ കറക്റ്റ് അതൊക്കെ പറയും. നമ്മൾ ഡയറ്റ് റെഡി ആക്കണം. നമ്മളെ ബ്രെയിൻ, വി ആർ വാട്ട് വി ഈറ്റ്, നോട്ട് ജസ്റ്റ് ഫിസിക്കലി ബട്ട് ഓൾസോ മെന്റലി. കാരണം നമ്മൾ അത്രയും ക്ലിയർ ആയി ചിന്തിക്കണമെങ്കിൽ നമ്മളെ മൂഡ് സ്വിങ്സ് ഇല്ലാതാക്കും, നമ്മളെ ടെൻഷൻ കുറയും, നമ്മളെ ലേസിനെസ് പക്കായിട്ട് കുറയും. അതൊക്കെ ഈ ഷുഗർ നിർത്തിയപ്പോ എനിക്ക് മനസ്സിലായി. അപ്പം ഞാൻ ഷുഗർ നിർത്തിയത് ഒരു വൺ ഓഫ് ദി ഹാർഡസ്റ്റ് ഡിസിഷൻ ആയിരുന്നു. പിന്നെ എല്ലാവരുടെ കോൺസ്റ്റന്റ് ജഡ്ജ്മെന്റും ഉണ്ടാവും, എന്തിനാ നിർത്തിയ. ഞാൻ പറയും മൈൻഡിന് വേണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് അവിടെ ചുരുക്കിയതാക്കും. കാരണം ആർക്കും മനസ്സിലാവൂല. അതെ, അപ്പൊ ആർക്കും പറഞ്ഞിട്ട് കാര്യമില്ല, ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഫെബ്രുവരി തൊട്ടിട്ടാണ് വൈറൽ, 2025 തൊട്ടിട്ടാണ് വൈറലായി തുടങ്ങിയെന്ന് പറഞ്ഞ്. പക്ഷെ അതിന്റെ മുമ്പ് വരെ എത്ര നമ്പർ ഓഫ് ഓർഡേഴ്സ് ചെയ്യുന്നുണ്ടാവും? അന്ന് ജാനുവരി ഒക്കെ ആയപ്പോഴൊക്കെ ഒരു 100ന്റെ അടുത്താവാൻ തുടങ്ങിയിട്ടുണ്ട്. ജനുവരി ആയപ്പോഴത്തേക്ക് 100 ഓർഡേഴ്സ് പെർ ഡേ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു വീഡിയോ ഇട്ട് ഒരു 800 ഓർഡേഴ്സിന്റെ വീഡിയോ, അതൊക്കെ വൈറൽ ആവണ മുന്നേത്താ. ആ 800 ഓർഡേഴ്സിന്റെ വീഡിയോ 800 ഓർഡേഴ്സിന്റെ വീഡിയോ ആണ് ഏറ്റവും വൈറലായത്. ഇപ്പൊ 40 മില്യൺ കഴിഞ്ഞു. അപ്പം അതിന് ഈ 800 ഓർഡേഴ്സ് വരുന്ന, ഈ വീഡിയോ പറയുന്നത് 800 ഓർഡേഴ്സ് പാക്ക് ചെയ്യുന്നതാ. അപ്പൊ ഈ വീഡിയോന് മുന്നേ 800 ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. അതൊരു ജാനുവരി ആയിരുന്നു. ഒരു റീല് വൈറലായി. അപ്പം പിന്നെ ഭയങ്കര ഗ്രോത്ത് ആയി. ഞാൻ ചെയ്ത മുന്നത്തെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ റീച്ച് എല്ലാം കേറി തുടങ്ങി. അതെ. അപ്പോഴേക്കും ഞാൻ ഒക്ടോബറിൽ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തായിരുന്നു, കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ. അതെ. അത് വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് എത്ര നമ്പർ ഓഫ് ഓർഡേഴ്സ് നിങ്ങൾ ചെയ്യല്? അതുവരെ ഫുൾ DM മെസ്സേജിങ്ങിലൂടെ? അതെ. അന്ന് ഒരു 50 ഓർഡേഴ്സ് ഡെയിലി ചെയ്യുന്നുണ്ടായിരുന്നു, മോസ്റ്റ്ലി ത്രൂ ഇൻസ്റ്റാഗ്രാം മെസ്സേജിങ്. അതെ. വാട്സാപ്പിലെ ഇല്ല. ഫുൾ ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പും ചിലരൊക്കെ വാട്സാപ്പിലൂടെ അയക്കും. ഇൻസ്റ്റാഗ്രാം ആയിരുന്നു മെയിൻ. പിന്നെ അപ്പം വെബ്സൈറ്റ് ഉണ്ടാക്കി, ബേസിക് വെബ്സൈറ്റ്. 40-50 ഓർഡേഴ്സ് നമുക്ക് മനസ്സിലായി, ഇത് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ വെബ്സൈറ്റ് വേണം. അതാവുമ്പോ എനിക്ക് ഈ മെസ്സേജിങ്ങിന് ഭയങ്കരമായിട്ട് സമയം പോകും. ഈ ലെറ്റർ എഴുതുന്ന പോലെ തന്നെ നന്നായി സമയം പോകും. നമ്മള് ടൈപ്പ് ചെയ്തിരിക്കാണല്ലോ, അപ്പൊ ഒരുപാട് സമയം പോകും. അപ്പൊ ടൈം ലാഭിക്കാം. പിന്നെ എനിക്കറിയായിരുന്നു ഒരുപാട് പേര് മൈൻഡ് മാറും. ഇപ്പൊ നമ്മൾ മെസ്സേജ് അയച്ച് റിപ്ലൈ കൊടുക്കുന്ന 2-3 മണിക്കൂറിന് ശേഷം ആണെങ്കിൽ പോലും അപ്പോഴേക്കും അവരെ മൈൻഡ് മാറിയിട്ടുണ്ടാവും. അതൊക്കെ അങ്ങനെ മനസ്സിലാക്കി. അപ്പം പിന്നെ ചിലര് പേയ്മെന്റ് ചെയ്യാ പറഞ്ഞു പോകും, പിന്നെ വരൂല. അപ്പോഴേക്കും ഇപ്പൊ നമുക്ക് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മള് സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പൊ ഒരു 200 രൂപ ഉണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ 200 അക്കൗണ്ടിൽ ഉണ്ടാവില്ല. അപ്പോഴായിരിക്കും ഇവര് റിപ്ലൈ ചെയ്യാം. അപ്പൊ നമ്മൾ വേണ്ട വെക്കും, വാങ്ങണ്ട വെക്കും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. പിന്നെ വെബ്സൈറ്റ് പറയുന്നതൊക്കെ ഒരു ഭയങ്കര ഡ്രീം ആയിരുന്നു ആ സമയം. അതിപ്പോ ഒരുപാട് പേർക്ക് ഡ്രീം ആയിരിക്കും. കാരണം അതെ ഞാൻ ഇപ്പൊ പലരെയും ഇത് കാണലുണ്ട്, ദിസ് ഇസ് വൺ ഓഫ് മൈ ഡ്രീം, ഞാൻ എന്റെ സ്വന്തം വെബ്സൈറ്റ് തുടങ്ങി. അതെ, ഭയങ്കര ഡ്രീം. എനിക്ക് എന്റെ ബക്കറ്റ് ലിസ്റ്റിലൊക്കെ ഉള്ള ഒരു സംഭവമായിരുന്നു തൗയക്ക് ഓൺ വെബ്സൈറ്റ് എന്നൊക്കെ പറയുന്നത്. അടിപൊളി. അങ്ങനെ അപ്പോ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിന്റെ മുമ്പ് ഈ മെസ്സേജിങ്ങിന് എങ്ങനെയായിരുന്നു ആ ഒരു, ഹൗ ഡസ് യുവർ ഡേ ലുക്ക് ലൈക്ക് ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വരെ? ഞാൻ 6 മണിക്ക് എണീക്കും രാവിലെ. എന്നിട്ട് ഫസ്റ്റ് എത്ര തിരക്കാണെങ്കിലും എനിക്ക് സ്ലോ മോർണിംഗ്സ് ആയിരിക്കും. ലൈക്ക് എണീക്കുക, എന്നിട്ട് ബുക്സ് വായിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുക, അങ്ങനെ. പിന്നെ ഫുഡ് കഴിക്കുക, ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് എന്തൊക്കെ കഴിച്ചാലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് മിസ്സാക്കൂല. എത്ര ബിസി ആണെങ്കിലും നന്നായി കഴിക്കും. എൻ്റെ ഉമ്മ അപ്പേക്കും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ നന്നായി കഴിച്ചിട്ട് ഒരു 9-10 ഒക്കെ ആവും ഞാനിങ്ങനെ വർക്കിലേക്ക് ഇറങ്ങാൻ. പിന്നെ 2 മണി 3 മണി വരെ വർക്ക് ചെയ്യായിരുന്നു. ഉച്ചക്ക് അല്ല, രാത്രി.
അപ്പൊ ബേസിക്കലി 4 മണിക്കൂറൊക്കെ ഉറങ്ങാനില്ലായിരുന്നു. ഉറക്കം നല്ല കുറവായിരുന്നു. കാരണം കണ്ടന്റ് ചെയ്യണം, സാധനം ഡിസ്പാച്ച് ചെയ്യണം, മെസ്സേജ് ചെയ്യണം. അപ്പൊ കഴിഞ്ഞ ഒക്ടോബർ വരെ ഒറ്റക്കായിരുന്നോ കംപ്ലീറ്റ്? 40-50 ഓർഡേഴ്സ് വരെ കംപ്ലീറ്റ് ഒറ്റക്കാ ചെയ്തത്. അടിപൊളി. സോ പ്രൗഡ് ഓഫ് യു. താങ്ക് യു. അപ്പഴും ഞാൻ പാക്ക് ചെയ്യുമ്പോ ഞാൻ അങ്ങനെ പാട്ടൊന്നും കേൾക്കാത്ത ആളാണ്. അപ്പം എനിക്ക് ഞാൻ ഹെഡ്ഫോൺസ് വാങ്ങിച്ച് കുറച്ച് പാട്ട് കേൾക്കും. പിന്നെ കുറെ ഇങ്ങനെ ഈ അഗെയിൻ മൈൻഡ് ട്രെയിനിങ് ആയിട്ടുള്ള കുറെ ഈ വലിയ വലിയ ഓതേഴ്സ് ഒക്കെ യൂട്യൂബിൽ വീഡിയോസ് ഉണ്ടാവും. മാനിഫെസ്റ്റേഷൻ, പിന്നെ എങ്ങനെ നമുക്ക് എന്തും നേടിയെടുക്കാമല്ലോ, അതിനെ കുറിച്ച് എല്ലാം ഓൺലൈനിൽ അവൈലബിൾ ആണ്, നമ്മൾ സെർച്ച് ചെയ്താൽ മതി. അതെ അതെ. അപ്പൊ അതിങ്ങനെ കേട്ടുകൊണ്ടായിരുന്നു ഫുൾ വർക്ക് ചെയ്തിട്ടുണ്ടായത്. അത്രയും നമ്മളെല്ലാരും അത്രയും എന്താ പറയാ, ഇപ്പൊ എന്റെ കമ്മ്യൂണിറ്റി പറയുന്നതും നമ്മൾ അത്രയും പോർ മൈൻഡ് സെറ്റിലായിരിക്കും ജനിച്ച് വളരാം. ലൈക്ക് പേടിയായിരിക്കും എല്ലാത്തിനും. ഇപ്പൊ ബേസിക്കലി അതൊക്കെ ഞാൻ ബുക്സ് വായിച്ചിട്ട് മനസ്സിലാക്കി. അപ്പൊ നമ്മള് ചെറുപ്പം മുതലേ ഒന്ന് വീഴുമ്പോഴേക്കും അയ്യോ ഓടല്ല വീയും, ഓടിയാ വേഗം എത്തും ആരും പറയുന്നില്ല, ഓടല്ല വീയും. എന്ത് ചെയ്താലും അതിലെന്ത് പോസിറ്റീവ് ഔട്ട്കം ഉണ്ട് എന്നുള്ള ആരും പറയില്ല. അപ്പൊ ഫസ്റ്റ് ചെറുപ്പം മുതലേ ഇതെന്നാ പേടിയായിരുന്നു എല്ലാം ചെയ്യാന്. ഇപ്പൊ പ്രത്യേകിച്ച് ഗേൾസ് ആകുമ്പോ വീട്ടിന്റെ ഉള്ളിൽ ഇട്ട് വളർത്തിയതായിരിക്കും, ലൈക്ക് പുറത്തു പോവാതെ. അപ്പം ഒരുപാട് പേടി എക്സ്ട്രാ കൂടുതലായിരിക്കും. അതൊക്കെ ബ്രേക്ക് ചെയ്യാന്നുള്ളായിരുന്നു ഫസ്റ്റ് തിങ്. അതൊക്കെ അപ്പം അതെ, എല്ലാ സ്റ്റീരിയോ ടൈപ്പും ബ്രേക്ക് ചെയ്യാ, അങ്ങനത്തെ ഒരു സംഭവം. അപ്പൊ മോർണിംഗ്സ് ഞാൻ എന്തൊക്കെ കളിച്ചാലും ബുക്സ് വായിക്കായിരുന്നു. എന്നിട്ട് എത്ര ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ എത്ര ഇതുണ്ടെങ്കിലും അതിലേക്ക് ഇറങ്ങലുള്ളായിരുന്നു. എന്നിട്ട് പിന്നെ 2 മണി 3 മണി വരെയൊക്കെ. പക്ഷെ അത് സ്ട്രെസ്ഫുൾ ആയിരുന്നു. ഭയങ്കര ഈ ഫൈനാൻഷ്യലി നോക്കുമ്പോ സ്ട്രെസ്ഫുൾ ആയിരുന്നു. പക്ഷെ മെന്റലി ഐ വാസ് റിയലി ഹാപ്പി, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ മെന്റലി സ്ട്രെസ്ഫുൾ ആയി വിചാരിച്ചത് നേരെ ഓപ്പോസിറ്റ്. കാരണം എന്താ പറയാ, നമ്മൾ വിചാരിക്കുന്ന അത്ര കാശ് വരുന്നില്ല. പക്ഷെ എനിക്കറിയായിരുന്നു അത് റെഡി ആവും. കാരണം നമ്മള് എയിം എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണല്ലോ. അൾട്ടിമേറ്റ്ലി ഇറ്റ് ഈസ് അബൌട്ട് മണി. അതെ. പക്ഷെ അത് എൻജോയ് ചെയ്തിട്ട് ചെയ്യാന്നുള്ളതാണ്. അതെ അതെ. അപ്പൊ ആ സമയം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് നന്നായി മിസ് ചെയ്യുന്നു. ഇപ്പൊ ഞാൻ പാക്ക് ചെയ്യാറേ ഇല്ല. അപ്പൊ എനിക്കിങ്ങനെ എടുക്കിങ്ങനെ ഞാൻ ഇങ്ങനെ ആ പണ്ടത്തെ വീഡിയോസ് ഒക്കെ കാണും. ഞാൻ ഇങ്ങനെ ഹെഡ്ഫോൺ വെച്ചിട്ട് പാക്ക് ചെയ്യുന്നത്, എന്റെ ആ റൂമിന്റെ ഉള്ളില് പാക്ക് ചെയ്യുന്നൊക്കെ എനിക്ക് മിസ് ചെയ്യുന്ന സംഭവമാണ് അതൊക്കെ. അപ്പം പിന്നെ ഫ്രണ്ട്സിന്റെ ഫോൺ വെച്ചിട്ടായിരുന്നു തുടങ്ങിയെന്ന് പറഞ്ഞു. എപ്പോഴാണ് സ്വന്തം ഫോൺ കിട്ടിയത്? ഫോണ് ഞാൻ വാങ്ങിച്ചത് 3 വർഷം മുന്നേ. 3 വർഷം മുമ്പ്, 2022. അതെ, 3000 ഫോളോവർ ആയതിനു ശേഷം. അതെ, ആ ഒരു സമയമാണ് ഞാൻ ഫോൺ വാങ്ങിച്ചത്. അതുവരെ ഫ്രണ്ട്സിന്റെ ഇങ്ങനെ യൂസ് ചെയ്യായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കി ഇനിയിപ്പോ സ്മാർട്ട് ഫോൺ വേണം. എനിക്ക് ഇതായിരുന്നു അന്നേ എല്ലാരും ഫോണിലേക്കായി. ഇപ്പം ഭയങ്കര എല്ലാരും ഫോണിലേക്കായി. പക്ഷെ അന്നിങ്ങനെ ഈ ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്ന സമയം എല്ലാരും ഫുൾ ടൈം ഫോണിൽ. അപ്പൊ എനിക്ക് അങ്ങനെ ആവണ്ട, ഫോൺ ഉണ്ടായ അങ്ങനെ ആവും എന്ന് ഉറപ്പായി. അപ്പൊ ഇനിയിപ്പോ അതെ, എന്നിട്ട് നിൽക്കുന്ന ഫോണായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് മാത്രമായിരുന്നു യൂസ് ചെയ്തത്. പിന്നെ ബിസിനസിന് വേണ്ടി മാത്രമാണ് സ്മാർട്ട് ഫോൺ എടുത്തത്. തൗയക്ക് വേണ്ടിട്ട് ഷുഗർ കട്ട് ചെയ്തു, തൗയക്ക് വേണ്ടി സ്മാർട്ട് ഫോൺ എടുത്തു. കുട്ടീനെ ഉണ്ടാക്കണ പോലെയാ. ഈ അടുത്ത് ഫൈവ് പാസില് ഒരു ഇങ്ങനെ കുഞ്ഞു ഫോണായിട്ട് എനിക്കിങ്ങനെ പൂതിയാ. ലൈക്ക് ഡെഫിനറ്റ്ലി അങ്ങനെ ലൈക്ക് കുറച്ച് കഴിഞ്ഞാൽ മൊത്തം എല്ലാരും ഏൽപ്പിച്ചിട്ട് ലൈക്ക് എനിക്ക് സ്മാർട്ട് ഫോൺ ഇല്ലാണ്ടാവണം. ഇപ്പഴും എന്റെ മനസ്സില് ഒരു അൾട്ടിമേറ്റ് ഗോളാണ് അത്. ലൈക്ക് സ്മാർട്ട് ഫോൺ ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് നാട് വിടണം. അതെ, സ്മാർട്ട് ഫോൺ വേണ്ട എന്നുള്ള, സ്ക്രീൻ ടൈം ഒഴിവാക്കുക എന്നുള്ള, ലൈക്ക് മാക്സിമം ലൈഫ് എൻജോയ് ചെയ്യാന്നുള്ള. എനിക്ക് തോന്നുന്നു കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബിസിനസ് മെന്റൽ ഹെൽത്ത് ബിസിനസ് ആയിരിക്കും. അത് ഡെഫിനറ്റ്ലി ഭയങ്കര പ്രശ്നമാണ് ഈ പോക്ക് വേണമെങ്കിൽ. ലൈക്ക് ഇതിന്റെ റീസൺ ഇപ്പൊ ഞാൻ ബുക്സ് വായിച്ചതിന് ശേഷം ലൈക്ക് നമുക്ക് മുന്നേ വിഷമം വരുന്ന സംഭവം ഒന്നും അല്ലാതായി. കാരണം അങ്ങനെയാണ് നമ്മൾ ചുമ്മാ നമ്മളെ മൈൻഡിൽ ക്രിയേറ്റ് ചെയ്യാണ് ഈ വിഷമം പറയുന്ന സംഭവം തന്നെ. അപ്പോ ഞാനും ഇത് ചിന്തിച്ചതാ, ഈ സ്മാർട്ട് ഫോൺ കാരണം ഇപ്പൊ ഡിപ്രഷനും എല്ലാം കൂടാൻ കാരണം നമ്മള് ലോക്കാ ഇതിന്റെ ഉള്ളിൽ. അതെ, മറ്റേത് നമുക്ക് വിഷമം വന്ന ഫ്രണ്ട്സ് ഉണ്ട്, പുറത്തു പോകുന്നു, അല്ലെങ്കിൽ ഫാമിലിന്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നു, നമ്മളെ മൈൻഡ് ഫ്രീ ആയി. എല്ലാരും വിഷമം വന്നാ റൂമിൽ കയറാം, കൂട്ടും. അതെ,
അത് ഭയങ്കര പ്രശ്നമാണ്. Okay. അപ്പൊ എനിക്ക് ആ ലൂപ്പിലാവണ്ട. True. അത് ഓക്കെ, അങ്ങോട്ട് എത്തും. അതെ. നമ്മള് വർക്ക് ടുവേർഡ്സ് അതെ, മാനിഫെസ്റ്റ് അതെ. ആണല്ലോ. അതെ അതെ Okay. അതെ. സോ കമ്മിങ് ബാക്ക് ടു ദിസ്, ഒക്ടോബർ നിങ്ങൾ 30-40 ഓർഡേഴ്സ് ആയി, യു ആർ നോട്ട് ഏബിൾ ടു മാനേജ് ത്രൂ മെസ്സേജിങ് അല്ലോ, അതെ. അപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതെ. ഓക്കെ, ആ ജേർണി എങ്ങനെയായിരുന്നു? ആ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറയുന്നത് ഞാൻ പറഞ്ഞില്ല ഭയങ്കര ഡ്രീം ആയിരുന്നു. കാരണം അന്ന് 50,000 60,000 ഒക്കെ കൊടുക്കാൻ പറയുന്ന ഭയങ്കര സംഭവം. അങ്ങനെ എനിക്കൊരു നല്ല ഡീല് കിട്ടി 25,000 വിക്സില് ചെയ്യാന്നുള്ളത്. അപ്പൊ എനിക്കറിയായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്തിടാന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത്. Take the first step, എന്നാലേ സെക്കൻഡ് സ്റ്റെപ്പ് ഉള്ളൂ. അതെ അതെ. അങ്ങനെ ഞാന് ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് അതിന് പേയ്മെന്റ് ചെയ്ത് അങ്ങനെയാണ് ആ വെബ്സൈറ്റിലേക്ക് എത്തിയത്. ഭയങ്കര ഡ്രീം ആയിരുന്നു. ലൈക്ക് കാരണം അപ്പോഴേക്കും 3.5 years ആയി ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോ അന്നത്തെ ആ കാലം തുടങ്ങുന്ന സമയമൊക്കെ വെബ്സൈറ്റ് വലിയ വലിയ ബിസിനസ്സിന് മാത്രമേ ഉണ്ടായുള്ളൂ. ഇപ്പം ഭയങ്കര കോമൺ ആണ്. ആ സമയം ഒട്ടും കോമൺ അല്ല. അപ്പൊ ഭയങ്കര ഡ്രീം തന്നെയായിരുന്നു. സാധാരണ ആൾക്കാർക്ക് ഒരു സ്മാർട്ട് ഫോൺ എടുക്കുക, ഒരു മാക്ക് എടുക്കുക, കാർ എടുക്കുക എന്നൊക്കെ നിങ്ങൾക്ക് ഏറെ ഓപ്പോസിറ്റ്. എന്റെ കമ്പനിക്ക് ഒരു വെബ്സൈറ്റ് വേണം, സ്മാർട്ട് ഫോൺ അടിപൊളി. അപ്പൊ ഇപ്പോഴും വിക്സ് തന്നെയാണ്. നൗ യു ആർ ട്രൈങ് ടു മൈഗ്രേറ്റ് അല്ലേ? ഇതന്നെ എനിക്ക് ആക്ച്വലി അത്ഭുതമാണ്. കാരണം 100+ ഓർഡേഴ്സ് നിങ്ങൾ വിക്സിൽ ചെയ്യേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ ഷോപ്പിഫൈ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറിക്കഴിഞ്ഞാൽ യുവർ ഓർഡേഴ്സ് ആർ ഗോയിങ് ടു സ്കൈ റോക്കറ്റ്. നോ സീറോ ഡൗട്ട്. അതെ, കാരണം ഇപ്പൊ വിക്സ് ആയോണ്ടാണ് ഇത്ര ഓർഡേഴ്സ് കുറവ്. ഒരുപാട് മിസ് ആവുന്നുണ്ട്. ഒരുപാട് മെസ്സേജ് വരും, ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല, പേജ് ഓപ്പണേ ആവുന്നില്ല. പിന്നെ ചെക്ക്ഔട്ട് സമയത്ത് നമുക്കിങ്ങനെ കാണാം പേയ്മെന്റ് ഫെയിൽ ആവുന്ന അത്രയും ഓർഡേഴ്സ് ഇങ്ങനെ മിസ് ആവുന്ന കാണുമ്പോ ഇങ്ങനെ റെഡിൽ ഇങ്ങനെ കാണിക്കും. ഭയങ്കര വിഷമ. കൊറേ ഒക്കെ ഓപ്പൺ തന്നെ ആക്കാൻ പറ്റുന്നില്ല. അപ്പൊ ടൈം ഇല്ലാത്തതായിരുന്നു മെയിൻ ഇഷ്യൂ. ഇപ്പം വെയർഹൗസിലേക്ക് ഫൗണ്ടേഴ്സ് ആവും അങ്ങനെ തന്നെയാണ്. ഏതാണ് ഇപ്പൊ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവൂല. എല്ലാം ചെയ്യണം, എന്നാൽ എല്ലാത്തിനും ചെയ്യാനുള്ള സമയമല്ല. ഈ വിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു സ്റ്റാറ്റിക് നോർമൽ കമ്പനി വെബ്സൈറ്റ് ഒക്കെ വെച്ചാൽ ബെസ്റ്റാ. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് ബിൽഡ് ഫോർ ഇ-കൊമേഴ്സ്. ഇ-കൊമേഴ്സ് അതൊരു ജസ്റ്റ് ഒരു പാർട്ടാണ്. 99% അത് B2B വെബ്സൈറ്റിനുള്ളതാണ്. പക്ഷെ ഒരു 1% മാത്രമാണ് ഫോർ ഇ-കൊമേഴ്സ്. നേരെ മറിച്ച് ഇപ്പൊ ഷോപ്പിഫൈ പോലെ വെബ്സൈറ്റ് ആണ്, നിങ്ങൾക്ക് ഒരു കമ്പനിക്കുള്ള വെബ്സൈറ്റ് ഷോപ്പിഫൈയിൽ ഉണ്ടാക്കാൻ കഴിയൂല. ഷോപ്പിഫൈ ഇസ് 99% ഇ-കൊമേഴ്സ് ആൻഡ് 1% ഫോർ സംതിങ് എൽസ്. ആരും ചെയ്യലില്ല. ഇറ്റ് ഇസ് ജസ്റ്റ് പ്യുവർലി ദ മൈൻഡ് സെറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. കാരണം ഷോപ്പിഫൈ പറഞ്ഞാൽ ഇറ്റ്സ് എ $100 billion കമ്പനി. 5 million വെബ്സൈറ്റ്സ് അതിന്റെ മുകളിലുണ്ട്. സോ ദർ ഇസ് സീറോ ഒരു ലോജിക് ഇടേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഗോ അഹെഡ് ആൻഡ് ജസ്റ്റ് സബ്സ്ക്രൈബ് ഫോർ ഇറ്റ്. ഓക്കെ, അങ്ങനെ വെബ്സൈറ്റ് തുടങ്ങി. Then what happened? വെബ്സൈറ്റ് ആയപ്പോ എല്ലാരും ഒറ്റയടിക്ക് വെബ്സൈറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് എന്തായാലും? ഒരിക്കലും ഇല്ല. കാരണം ഇപ്പൊ അന്ന് 3.5 വർഷമായി. അപ്പൊ ഒരുപാട് ആദ്യമുള്ള കസ്റ്റമേഴ്സേ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ DM വഴി ഈസി ആണല്ലോ. ജസ്റ്റ് ഇങ്ങനെ ഫോട്ടോ അയച്ചാൽ അതന്നെ QR അയച്ചോളൂ ടോട്ടല് പറഞ്ഞിട്ട് അങ്ങനെ പറയാം. അപ്പം ഞാൻ ചെയ്ത സ്ട്രാറ്റജി എന്ന് വെച്ചാല് വെൽക്കം 5 എന്നുള്ള കൂപ്പൺ കോഡ് വെച്ചു. ലൈക്ക് ഫസ്റ്റ് ടൈം ഓർഡർ പ്ലേസ് ചെയ്യുമ്പോൾ 5% ഓഫർ കിട്ടും. അപ്പം നമുക്കും വലിയ നഷ്ടമില്ല, കുറച്ചത്. പക്ഷെ അവർക്ക് 5% ആണെങ്കിൽ 5% എന്തൊക്കെ ഡിസ്കൗണ്ട് കിട്ടും. അതെ, 5% വെബ്സൈറ്റിൽ ഓർഡർ കിട്ടും. അങ്ങനെ എല്ലാരും ഭയങ്കര വെബ്സൈറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്യിച്ചു. കുറച്ച് ഓർഡേഴ്സ് ആയിരുന്നു. വെബ്സൈറ്റിലേക്ക് മാറിയപ്പം അതെല്ലാരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആയിരിക്കും. പെട്ടെന്ന് ഓർഡേഴ്സ് കുറയും. കാരണം എല്ലാവർക്കും അറിയത്തില്ല. പിന്നെ കുറെ ഗ്ലിച്ചുകളും ഉണ്ടാവും, എന്തെല്ലോ പോരായ്മകളും ഉണ്ടാവും. അങ്ങനെ അത് വെബ്സൈറ്റിലേക്ക് ആൾക്കാരെ മാറ്റാന്നുള്ളതായിരുന്നു അടുത്ത പണി. അത് പിന്നെ അങ്ങനെ എല്ലാ സ്റ്റോറിയിലും റീലിലൊക്കെ വന്ന് www.tavya.com അങ്ങനെ പറഞ്ഞ് എല്ലാരിലേക്ക് അതിലേക്ക് എത്തിക്കാന്നുള്ളതിനു. നിങ്ങളെ ഓൺലൈൻ ബിസിനസ് പഠിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ 50 പരം എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പലരും നമ്മളടുത്ത് ഹെൽപ്പ് ചോദിച്ചു വരാറുണ്ട്. ഇപ്പം അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. താഴെയുള്ള യൂട്യൂബ് ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വാട്സാപ്പ് നമ്പർ ഉണ്ട്. അവിടെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പ് കിട്ടും. അപ്പൊ സ്റ്റിൽ പിന്നെ അതെ, ഒരു കസ്റ്റമർ ഒന്ന് ആ ജേർണി എത്ര മാസം എടുത്തു ഒന്ന് വെബ്സൈറ്റിലേക്ക് ആക്കി എടുക്കാന്? അത് ഒരു ഞാൻ പറഞ്ഞില്ല, ആ ഒരു ജാനുവരി വരെയൊക്കെ തന്നെ എടുത്തു. മൊത്തത്തിൽ ഒരു ഇങ്ങനെ ഫ്ലോ വരാന്, ക്യാഷ് ഫ്ലോ വരാന് ആ സമയം എടുത്ത്. പിന്നെ വൈറൽ ആയതിന്റെ ശേഷം പിന്നെ എല്ലാവർക്കും വെബ്സൈറ്റ് വഴി മാത്രം തന്നെ എന്നുള്ളതായി. മാറ്റി, നിങ്ങൾക്ക് എന്തായാലും മാനേജ് ചെയ്യാൻ പറ്റൂല തീരുമാനിച്ചു. അതെ,
പിന്നെ ഹയർ ചെയ്തു, സോഷ്യൽ മീഡിയ മാനേജറിനെ ഹയർ ചെയ്തു. ഓക്കെ അങ്ങനെ ഇതിലേക്കായി. ഓക്കെ. അപ്പൊ വെബ്സൈറ്റ് ഇപ്പം ഫോർ എക്സാമ്പിൾ നിങ്ങൾ എപ്പോഴാണ് കമ്പനിയൊക്കെ രജിസ്റ്റർ ചെയ്തത്? അപ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ട്രേഡ് മാർക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഷിഫ്റ്റ് ആയി ഇതിലേക്ക്, എന്താണ് ഓഫീസ്, പുതിയൊരു ഓഫീസ് എടുത്തു വീട്ടിന്. അതെ കണ്ടു, പിന്നെ നിങ്ങളെ സീരീസ് കണ്ട് ഷിഫ്റ്റ് ആവുന്ന സീരീസ്. അതിന്റെ ഇടയ്ക്ക് കുറെ ചൊറകൾ കൂടിയോന്നല്ലോ. May 1st ഇനോഗ്രേറ്റ് ചെയ്യേണ്ടിയിരുന്നു. ജൂലൈ 18 ഇനോഗ്രേറ്റ് ചെയ്ത് ലീക്ക് വന്ന് റൂഫൊക്കെ ലീക്കായ വീഡിയോ അതിന്റെ അകത്തുണ്ട്. അതും ഫസ്റ്റ് ഡേ തന്നെ. അതും ഇങ്ങനെ കുറച്ചല്ല, മൊത്തത്തിൽ അങ്ങോട്ട് ലീക്ക് വന്ന്. അത് നമ്മൾ പണിയെടുത്തും കൊണ്ട് നിൽക്കുമ്പോ ഇങ്ങനെ ജസ്റ്റ് ഷിഫ്റ്റ് സാധനങ്ങൾ എത്തിച്ചിട്ടേ ഉള്ളൂ. ചാക്കിന്നൊക്കെ ഇങ്ങനെ സാധനങ്ങൾ എടുക്കുമ്പോഴാണ് ഇങ്ങനെ മൊത്തമായിട്ട് ലീക്ക് വന്നത്. നന്നായി, എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണ്. കാരണം അത് നമ്മൾ പിന്നെ സാധനങ്ങളൊക്കെ വെക്കണതിന്റെ മുമ്പ് ലീക്ക് വന്നല്ലോ. അങ്ങനെ പിന്നെ അത് ഓഫീസിലേക്ക് താഴെ സെക്കൻഡ് ഫ്ലോറിൽ ഓഫീസും 4th വെയർ ഹൗസും. ഭാഗ്യത്തിന് സെക്കൻഡ് ഫ്ലോറിൽ ഓഫീസും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. തൽക്കാലം സാധനങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റി. അങ്ങനെ കുറെ സ്ട്രഗിൾ ചെയ്ത്. അത് ആ സമയം ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ലൈക്ക് നല്ല രീതിയിൽ. പക്ഷെ പിന്നെ ബിൽഡിംഗ് ഓണർ ഫുള്ള് ഫിക്സ് ചെയ്ത്. അത് അവര് ഭയങ്കര നല്ല എത്തിക്സ് ഉള്ള ടീമായിരുന്നു. അപ്പൊ അവര് ആ സമയത്ത് ഹജ്ജിനും പോയതായിരുന്നു. അപ്പോ അവര് നല്ല രീതിയിൽ ഹജ്ജിനായിട്ടും അപ്പപ്പോ റിപ്ലൈ, അപ്പം വേണ്ടിയതൊക്കെ ചെയ്തെന്ന്. ലൈക്ക് അതും കുറെ മാസം എടുത്തിട്ട് ആ ലീക്ക് പോയത്. കാരണം ഇങ്ങനെ അന്നും ഫുൾ മഴക്കാലമായി, തന്നെ മഴ തുടങ്ങിയല്ലോ. അപ്പൊ പിന്നെ ഇങ്ങനെ ഓരോന്നായിട്ട് സമയം എടുത്ത്. പുതിയ ബിൽഡിംഗ് ആയിരുന്നോ? അല്ലല്ല, പക്ഷെ നമുക്ക് വേണ്ടിയിട്ടായിരുന്നു സീലിംഗ് ഒക്കെ വെച്ചത്. അപ്പോ മേ ബി മുന്നത്തെ ലീക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ എവിടോ സ്ക്രൂ ഇതായതാ, റസ്റ്റ് പിടിച്ച് അതിന്റെ ഇടയിൽ കൂടെ വെള്ളം വന്നിട്ട്. ഷീറ്റാണ്, മുകളിൽ ഷീറ്റാണ്. മനസ്സിലായി. സോ അത് ഓരോന്നായിട്ട് അടക്കേണ്ടി വരും. അതെ, അങ്ങനെ കുറച്ച് സമയം എടുത്തിട്ടാണ് അത് റെഡി ആയത്. ഓക്കെ. അപ്പം ബാക്ക് ടു ദിസ് വൺ, നിങ്ങൾ എല്ലാരും വെബ്സൈറ്റിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത് എപ്പോഴാണ് ഡിസൈഡ് ചെയ്തത് ഐ നീഡ് മോർ എംപ്ലോയീസ്? അത് വീട്ടിൽ നിന്ന് തന്നെ എംപ്ലോയീസിനെ ഹയർ ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് അവര് വരായിരുന്നു. 2 പേര് അപ്പം തന്നെ പാക്കിങ്ങിന് വേണ്ടി ഹയർ ചെയ്തു. അതെ, കാരണം എനിക്ക് മനസ്സിലായി എന്നെ കൊണ്ട് പറ്റൂല. കാരണം അതാണ് നമ്മളിപ്പോ ബുക്സിലൊക്കെ വായിക്കലും അതാ, നമ്മള് ഡെലിഗേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മള് ഗ്രോത്ത് ഉണ്ടാവില്ല. അങ്ങനെ അത് വിചാരിച്ചിട്ട് അതൊക്കെ ഇതാക്കിയപ്പോ പിന്നെ ഫ്രണ്ട്സ് ഹെൽപ്പ് ചെയ്യാൻ വരായിരുന്നു. അങ്ങനെ പിന്നെ എംപ്ലോയീസ് കമ്പൽസറി ആയി. പക്ഷെ ഏറ്റവും വലിയ പേടി എന്ന് വെച്ചാൽ വീട്ടിലേക്കാ കൊണ്ടുവരുന്നത്. അപ്പൊ ഫാമിലി ഉള്ളല്ലേ, അപ്പൊ കറക്റ്റ് പേരായിരിക്കണം. എങ്ങനത്തെ പേരാ വരാൻ പോണ ഒന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ പക്ഷെ അത് സ്റ്റെപ്പ് എടുക്കാന്നുള്ള, കാരണം അപ്പോഴേക്കും ഞാൻ വെയർ ഹൗസ് ഇതൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ കിട്ടുന്നില്ല, കാരണം ഒരു ടൈം എടുക്കല്ലോ. അപ്പൊ പിന്നെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവന്നു. എന്റെ അമ്മ ഭയങ്കര സപ്പോർട്ടീവ്. അപ്പൊ അവര് ഞാൻ കണ്ടു ഉപ്പന്റെ പിന്നെ വീഡിയോ ഒക്കെ കണ്ട് ഞാൻ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഹരം തോന്നി. കാരണം ഫാദർ എത്രയും സപ്പോർട്ട് ചെയ്യണ്ടല്ലോ ആലോചിക്കുമ്പോ. എന്റെ ഭയങ്കര ഫൺ ഫാമിലിയാ, ഭയങ്കര ജോളിയാക്ക, അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഉള്ളവർ തന്നെയാണ്. അപ്പൊ അവര് ഭയങ്കര സപ്പോർട്ടീവ്. അപ്പൊ നമ്മള് വെയർ ഹൗസിലേക്ക് ഷിഫ്റ്റ് ആയപ്പോ ഉമ്മക്ക് ഭയങ്കര വിഷമായിരുന്നു. കാരണം ഞാൻ ഒരാളല്ല പോണെ, 3 പേരെ പോണെ. അത്രയും ക്ലോസ് ആയിരുന്നു അവരായിട്ട്. ഇങ്ങനെ ഭയങ്കര ഒച്ചയും വിളി, നെയ്ബേഴ്സ് ഒക്കെ പറയുന്നു, സൗണ്ട് കേൾക്കലുണ്ട്. ഫുൾ രസമായിരുന്നു പാക്ക് ചെയ്യുമ്പോഴൊക്കെ. എന്റെ ഏജ് തന്നെ ആയിരുന്നു 2 പേരും. അപ്പൊ ഭയങ്കര ക്ലോസ് ആയിരുന്നു, ഭയങ്കര രസമായിരുന്നു. അപ്പൊ പാരന്റ്സ് ഒരു മേജർ റോളാണ് ഇതില്. ലൈക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇപ്പൊ ഞാൻ ഇപ്പൊ എല്ലാ സ്ത്രീകളും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് വീട്ടിൽ പണിയെടുക്കണം എന്നുള്ളൊരു സംഭവം. എന്തൊക്കെ ചെയ്തോട്ടെ, ജോലി കാര്യങ്ങളായിക്കോട്ടെ, വീട്ടില് പണി ചെയ്യണം എന്നുള്ളത്. കല്യാണം കഴിഞ്ഞ മുന്നേ ആണെങ്കിലും ശേഷാണെങ്കിലും. പക്ഷെ എന്റെ വീട്ടിൽ അങ്ങനത്തെ സീനിൽ എന്റെ ഉമ്മ എല്ലാം ചെയ്യും. അതെ, ലൈക്ക് അതെ, ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ കേട്ടോ. എന്റെ ഉമ്മയും ലൈക്ക് നമ്മളെ കൊണ്ട് അങ്ങനെ പണിയൊന്നും എടുപ്പിച്ചിട്ടേ ഇല്ല, ഒന്നും ഒരു രീതിയിൽ. എന്നെ താത്തനെ കൊണ്ടൊന്നും ഇക്കാക്കനെ കൊണ്ടൊന്നും നമ്മളെ മാക്സിമം ഫ്രീ ആക്കി വിടാ എന്നുള്ളതായിരുന്നു. അപ്പം പിന്നെ അത് ഭയങ്കര ഇതായിരുന്നു. കാരണം എന്താ പറയാ, എന്ത് ഡിസ്ഗൈസിലായിരുന്നു പറയാ, ലക്ക് ഇൻ ഡിസ്ഗൈസോ ഓർ സംതിങ്, എനിക്ക് ആ വേർഡ് ഇങ്ങോട്ട് കിട്ടുന്നില്ല. ബ്ലെസ്സിങ്സ് ഇൻ ഡിസ്ഗൈസ്. അതെ, ബ്ലെസ്സിങ്സ്. ഭയങ്കര ലോകത്തിലെ എല്ലാ പാരന്റ്സും ബെസ്റ്റ് ഉണ്ടാട്ടോ. എനിക്ക് എന്റെ പാരന്റ്സ് എപ്പോഴും ബെസ്റ്റ്. അങ്ങനെ ആയിട്ട്. നൈസ്.
അപ്പോൾ പിന്നെ വെബ്സൈറ്റിലേക്ക് മാറി, വെബ്സൈറ്റിൽ ഓർഡേഴ്സ് വന്നു തുടങ്ങി. അപ്പോൾ വെബ്സൈറ്റിൽ നിങ്ങൾ പോസ്റ്റ് ഓഫീസ് ഓൾറെഡി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ പേയ്മെന്റ് ഗേറ്റ് എന്താണ് ചെയ്തത്? റേസർ പേ ഇതാക്കി അറൌണ്ട് 2% റേസർ പേ സെറ്റ് ചെയ്തു. എല്ലാ ഓർഡേഴ്സും നിങ്ങൾ വെബ്സൈറ്റ്, പക്ഷെ കുറച്ച് ഡിപ്പ് വന്നു. പക്ഷെ ദാറ്റ് ഈസ് ഫോർ ദ ബിഗർ ഗ്രോത്ത്. എപ്പോഴാണെങ്കിലും ഒന്ന് ഡിപ്പ് വന്ന് പിന്നെ മുകളിലേക്ക് പോകാനാണ്. ഓക്കെ. അപ്പോൾ ഇപ്പൊ എന്താണ് വാട്ട് ഈസ് നെക്സ്റ്റ് പ്ലാൻസ് ഫോർ യു? ഇപ്പം ഫോർ എക്സാമ്പിൾ യു ആർ 100+ ഓർഡേഴ്സ് ആകുമ്പോൾ എവിടെ എത്തി? ഇപ്പം ആവറേജ് നമ്പർ ഓഫ് ഓർഡേഴ്സ് എത്ര ഡെയിലി? ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, വിക്സിൽ ഒരുപാട് ഇത് ഫേസ് ചെയ്യുന്നുണ്ട്, ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ റേസർ പേയിലും ഒരുപാട് ഇത് പേയ്മെന്റ്സ് എല്ലാം ഡിക്ലൈൻ ആവാണ്. ഞാൻ പറഞ്ഞില്ല, നമുക്ക് ഇങ്ങനെ റെഡ് കാണിക്കും, ഭയങ്കര വിഷമാവും. പോയിട്ട് ഷോപ്പിഫൈയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണോ? അത് ഭയങ്കര വിഷമായിട്ടുള്ള കാര്യം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ആൾക്കാർ ഇത് ചെക്ക്ഔട്ട് വരെ ഇവിടെ വരെ എത്തിയിട്ട് ഷോപ്പിലൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് വാങ്ങിക്കണമെന്നുണ്ട്, പക്ഷെ കൗണ്ടറിൽ ആളില്ല. അതാണ് അവസ്ഥ. അതേ സീനാ. അപ്പൊ ഇനി നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ചാല്, ഇനി എന്റെ കൂടെ ആദ്യം ഉണ്ടായ, ഞാൻ പറഞ്ഞില്ല 3 പേരാ തുടങ്ങിയ, അതിലൊരാൾ ഇനി തിരിച്ചു വരാണ്. ഇപ്പം തൗയയില് നോക്കിയാൽ കാണാൻ പറ്റും 1 ഫോളോയിങ്. അതിപ്പോ 2 ആവും ഈ അടുത്ത്. അപ്പൊ അനദർ ഗെയിം ഇസ് ഓൺ. ലൈക് കാരണം അതെ, കാരണം ഇനി ഗ്രോത്ത് വേണമെങ്കിൽ ഒരാളും കൂടെ വേണം. ലൈക്ക് എംപ്ലോയി ആയിട്ടല്ല, പാർട്ട്ണർ ആയിട്ട്. കാരണം എന്നാലേ ഗ്രോത്ത് വരെയുള്ളൂ. അപ്പം ഒരാളും കൂടെ വളരെ റീസെന്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യും. മേ ബി ഇത് ഏറെയുമ്പോഴേക്കും ജോയിൻ ചെയ്തിട്ടുണ്ടാവും. സ്റ്റോർ ഓപ്പൺ ചെയ്യാം, ഓഫ്ലൈൻ സ്റ്റോർ. അതെ അതെ, അങ്ങനെയൊക്കെ ആയിട്ടുള്ള പ്ലാൻസ്. അതെ, ശരിക്കും ന്യൂജൻ ബിസിനസ് തന്നെയാണ്. ഓൺലൈനിൽ ആദ്യം തുടങ്ങി, അത് സെറ്റ് ആക്കി, അത് പ്രോഫിറ്റബിൾ ആക്കി. നൗ യു ആർ ഗോയിങ് ഫോർ ആൻ ഓഫ്ലൈൻ സ്റ്റോർ. ഇനി ഇത് നന്നായി സിസ്റ്റമാറ്റിക് ആക്കണം. ഇപ്പം എന്റെ വീട്ടിലായിരുന്നല്ലോ ഇത്രയും കാലം, അതുകൊണ്ട് ഈ കസ്റ്റമർ കെയർ ഒക്കെ സോഷ്യൽ മീഡിയ മാനേജർ ആണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇനി സോഷ്യൽ മീഡിയ മാനേജിങ് ഒരു ടീമാവണം. ഫോട്ടോഗ്രാഫി ഇപ്പഴും ഞാനാണ് ചെയ്യുന്നത്. അത് ഇപ്പം ഒരാളെ ഹയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ വീട്ടിലായോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ ഓൾറെഡി 2 പേര് വന്ന്, അപ്പൊ ഓൾറെഡി പാക്ഡ് ആയി വീട്. ഇനിയും പിന്നെ കൊണ്ടുവരാൻ പറ്റില്ല. പിന്നെ ലേഡീസിനെ മാത്രമേ പറ്റുള്ളായിരുന്നു വീടാവുമ്പോ. അപ്പം ഇനി ജെന്റ്സിനെയും കൊണ്ടുവരണം. അങ്ങനെ ലേഡീസ് മെൻ അങ്ങനെയല്ല, നല്ല പേര്. അതെ, അങ്ങനെ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ ആ ഗ്രോത്തിലേക്കാണ്. ഓക്കെ. അപ്പൊ നിങ്ങള് പിന്നെ ഫോർ എക്സാമ്പിൾ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ എവിടെ വന്നത്? ഈ ഇതിന്റെ അകത്തിന് പ്രോഫിറ്റ് ഉണ്ടാക്കി അത് റീഇൻവെസ്റ്റ് ചെയ്തിട്ടാണോ നിങ്ങൾ ഇപ്പൊ ചെയ്തത്? അതെ, ഫുള്ളും. ലൈക്ക് നമ്മൾ തുടങ്ങിയത് ഫ്രണ്ട്സ് തുടങ്ങിയ കടം വാങ്ങിയിട്ടാണ് തുടങ്ങിയത്. ആരെങ്കിലും 5 പൈസ ഇല്ലാത്തോണ്ടാണല്ലോ തുടങ്ങിയത്. സ്വാഭാവികം. അപ്പൊ പിന്നെ ഇത് ഞാൻ ചെയ്തിട്ടുണ്ടായ റീഇൻവെസ്റ്റ് ഒന്നിലേക്കും വീട്ടിൽ കൊടുക്കാന്നല്ലാണ്ട് ഞാൻ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാ, ഒരു ഡ്രസ്സ് വാങ്ങിയ, ഒന്നും ചെയ്യാണ്ട് ഫ്രണ്ട്സിന്റെ കൂടെ പുറത്തു പോകുമ്പോ ഞാൻ പറയും എനിക്ക് വിശപ്പില്ല. കാരണം എല്ലാവർക്കും മടിയാ പറയാൻ, കയ്യില് പൈസ ഇല്ല. എല്ലാരും റെഡി ആയിരിക്കും പൈസ ഇല്ല പറഞ്ഞ പേ ചെയ്യാൻ. പക്ഷെ ഞാൻ പറയും, ഇപ്പൊ കൊറേ ആള് കാണുമ്പോ നീ അതുകൊണ്ടല്ലേ കൊച്ചിയില് ഞാൻ കുറച്ച് കാലം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ഹോസ്റ്റലിൽ നിൽക്കുമ്പോ നമ്മള് ഫ്രണ്ട്സ് പുറത്തു പോകും. ഞാനായിരിക്കും, എനിക്ക് പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടം. പുറത്തു പോവാന്ന് കൊണ്ടുപോകുമ്പോ ഞാൻ പറയും എനിക്ക് വിശപ്പില്ല. അപ്പൊ ഒരു അറിയോ, നീയല്ല ഇപ്പൊ വിളിച്ചോണ്ടല്ലോ. അപ്പൊ ഞാൻ പറയും എനിക്ക് ഗ്യാസ്, എനിക്കിപ്പൊ കഴിച്ചാൽ റെഡി ആവില്ല, അങ്ങനെ എന്തെല്ലോ പറഞ്ഞ് സ്കിപ്പ് ഇടും. എന്നിട്ട് ഹോസ്റ്റലിലെ അലമ്പ് ഫുഡ് കഴിക്കല്ലേനു മെയിന്. Entrepreneurship is not easy. It is not for everyone. അതെ, അങ്ങനെ അതിപ്പോ എല്ലാരും ചെയ്യുന്നതായിരിക്കും. നമ്മള് റാമൻ പ്രോഫിറ്റബിൾ ആവാന്ന് അറിയൂ, നൂഡിൽസ് കഴിക്കാനുള്ള പൈസയെങ്കിലും കിട്ടും. അതെ അതെ അതെ. അപ്പോ ഞാൻ റീഇൻവെസ്റ്റിങ്ങിന് ഒന്നും, ഞാൻ എന്റെ പേഴ്സണൽ യൂസിനൊന്നും യൂസ് ചെയ്യാണ്ട് റീഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ആയതാണ്. ഇതുവരെ അങ്ങനെയാണ് ബിൽഡ് ചെയ്തത്. ലൈക്ക് ആരോടും ഇൻവെസ്റ്റ്മെന്റ് വാങ്ങുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ. ഇങ്ങനെ അപ്പൊ ഇനി ഒരു ഇൻവെസ്റ്റർ ഓൺ ബോഡി അല്ലെങ്കിൽ ഷാർക്ക് ടാങ്ക് കാണല്ലോ, ഷാർക്ക് ടാങ്ക് പോലത്തെ വല്ല പരിപാടിക്ക് പോകാറില്ല. എനിക്ക് ജസ്റ്റ് ഇങ്ങനെ ഏതെല്ലോ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് റീൽസ് കണ്ടിട്ടുണ്ട്. അതെ. അപ്പൊ അങ്ങനത്തെ വല്ല പരിപാടിക്ക് പോകാൻ പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റർ എടുക്കാൻ പ്ലാൻ ഉണ്ടോ? ആസ് ഓഫ് നൗ ഇപ്പൊ ഒരു പാർട്ട്ണർ വരാണല്ലോ, അപ്പൊ എങ്ങനെ ആയാലും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവും. വിത്ത് ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത്. സോ കമ്പനി വാല്യുവേഷൻ ഒക്കെ ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടാണ് വരിക. ഇത് നമ്മള് കാശ് വിചാരിച്ചിട്ടും അല്ല കേട്ടോ ഇങ്ങനെ ചെയ്യാൻ വിചാരിച്ച. കാരണം you need a supporting hand. അതെ,
അല്ലാണ്ട് പൈസ ഇപ്പൊ പ്രത്യേകിച്ച് തവയപ്പോ ഗ്രോത്തിൽ എത്തി നിൽക്കാം. Correct. ആരോട് ചോദിച്ചാൽ ആരും റെഡി ആരും റെഡി ആയിരിക്കും. കാരണം സ്ട്രഗ്ലിംഗ് കഴിഞ്ഞു, സ്ട്രഗ്ലിംഗ് ഫേസ് കഴിഞ്ഞു. 0 to 1 ആയി. അതെ 1 കഴിഞ്ഞു, ഇനി 1 to 10 ഗ്രോത്ത് ആണ്. അതെ. അപ്പൊ ഒരുപാട് പേര് റെഡി ആയിരിക്കും. പക്ഷെ എനിക്ക് വേണ്ടത് ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള, പിന്നെ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആ. ഈഗോ വരരുത്, പിന്നെ ഞാൻ മേലെ അവര് താഴെ ഞാൻ, അങ്ങനെ ഒരു സംഭവം വരരുത്. ലൈക്ക് റെസ്പെക്ട് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനത്തെ. അതെ, നിങ്ങൾ ചെയ്യുമ്പോൾ ഞാനൊരു സജഷൻ തരാം. ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് യു ഷുഡ് ഹാവ് എ കോഫൗണ്ടേഴ്സ് എഗ്രിമെന്റ്. അതെ ഡെഫിനറ്റ്ലി. അത് ഫൗണ്ടേഴ്സ് എഗ്രിമെന്റ് എന്ന് പറയാം. ആ ഫൗണ്ടേഴ്സ് എഗ്രിമെന്റ് അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യണം. ഇഫ് ദർ ഇസ് എ കോൺഫ്ലിക്ട്, വാട്ട് ഹാപ്പൻസ് ഇൻ ദാറ്റ് കേസ്. പേപ്പറേ സംസാരിക്കാൻ പാടുള്ളൂ. ഇതെല്ലാവരും ചെയ്യുന്നത് ഈ പിന്നെ ഇമോഷന്റെ മുകളിൽ ബിസിനസ് ഉണ്ടാക്കും. ആൻഡ് ദെൻ ദിസ് ബിക്കംസ് എ ബിഗ് പ്രോബ്ലം വിച്ച് ടേക്ക് ആ കോഫൗണ്ടേഴ്സും താഴെ പോകും, ആ ബിസിനസ്സും താഴെ പോകും. ഇത് നിങ്ങൾ ആ ഏത് കമ്പനി സെക്രട്ടറി വെച്ചിട്ടായിരിക്കും നിങ്ങൾ കമ്പനി രജിസ്റ്റർ ചെയ്യുക. ഏത് കമ്പനി സെക്രട്ടറിന്റെ അടുത്ത് പോവുകയാണെങ്കിലും നിങ്ങൾ ഫൗണ്ടേഴ്സ് എഗ്രിമെന്റ് നിർബന്ധമായിട്ടും ഉണ്ടാക്കണം. അത് നിർബന്ധമാണ്. അത് വളരെ ക്ലിയർ ആണ്. വെൻ എ കോൺഫ്ലിക്ട് കംസ്, ഇത് നമ്മൾ ഭയങ്കര ഫ്രണ്ട്സും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും, ഒക്കെ ശരിയാണ്. പക്ഷെ ആ കോഫൗണ്ടേഴ്സ് എഗ്രിമെന്റ് സംസാരിക്കാൻ പാടുള്ളൂ വെൻ സംതിങ് ഹാപ്പൻസ്. കാരണം മുന്നോട്ട് പോകുമ്പോൾ പല പ്രശ്നങ്ങൾ വരും. യു ഹാവ് ഓൾറെഡി ഗോൺ ത്രൂ എ ലോട്ട് ഓഫ് സ്ട്രഗിൾസ്. സോ ആ സാധനം നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ചെയ്യണം. സാധാരണ LLP ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഫൗണ്ടേഴ്സ് എഗ്രിമെന്റ് ഉണ്ടാവില്ല. ആൻഡ് ദിസ് വിൽ ബി എ ബിഗർ പ്രോബ്ലം വെൻ യു മൂവ് അഹെഡ്. അപ്പോൾ ഇതെപ്പോഴും നോക്കണമായിരിക്കും നല്ലത്. ഓക്കെ, സോ ഇനി പിന്നെ LLP ആക്കണം, ഒരു കോഫൗണ്ടർ വരും. യു നീഡ് ടു ചേഞ്ച് യുവർ വെബ്സൈറ്റ്, പെയ്ഡ് ആഡ്സ് സോഷ്യൽ മീഡിയ ടീമിന് ഉണ്ടാക്കണം. അപ്പോൾ നമ്മളെ വ്യൂവേഴ്സിനോട് യു നീഡ് സംതിങ് ഫ്രം ദം, എന്തെങ്കിലും ഹെൽപ്പ് വേണോ ഫ്രം അവർ വ്യൂവേഴ്സ്? മനസ്സിലായില്ല. നമ്മളെ വ്യൂവേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഡിജിറ്റൽ സ്പേസിലുള്ള ആൾക്കാരാ. യു ആർ റിക്രൂട്ടിംഗ് പീപ്പിൾ. സോഷ്യൽ മീഡിയ ടീമിനെ റിക്രൂട്ട് ചെയ്യും അല്ലേ? പിന്നെ ഫോട്ടോഗ്രാഫർ. എവിടെയാണ് ഇമെയിൽ അയക്കേണ്ടത്? ഇമെയിൽ അയക്കണോ അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്യണോ? വാട്ട് ഇസ് ഇറ്റ്? tawya99@gmail.com പറഞ്ഞിട്ട് അതിനകത്ത് അയച്ചു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയക്ക് ആൾക്കാർ എടുക്കുന്നുണ്ട്, പെയ്ഡ് മാർക്കറ്റിംഗ് ആളെടുക്കുന്നുണ്ടോ? അതെ ഡെഫിനറ്റ്ലി. പെയ്ഡ് മാർക്കറ്റിംഗ് ആളെടുക്കുന്നുണ്ട്, ഫോട്ടോഗ്രാഫിക്ക് ആളെടുക്കുന്നുണ്ട്. പിന്നെ ഈ ലോഞ്ച് ചെയ്യാന് ഫോട്ടോഗ്രാഫി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെബ്സൈറ്റിലേക്ക് ലോഞ്ച് ചെയ്യല്ലോ, അതിന് ഒരാളെ ഹയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് ഓരോ പ്രൊഡക്റ്റും ലോഞ്ച് ചെയ്യാൻ വേണ്ടിട്ട്. അതായത് ബ്രാൻഡ് മാനേജർ എന്ന് പറയാം, പ്രൊഡക്റ്റ് മാനേജർ എന്ന് പറയാം. അതെ. ഓക്കെ, സോ ഹയറിംഗ് അക്രോസ് മൾട്ടിപ്പിൾ റോൾസ്. ഓക്കെ, ഇനി നമ്മൾ നോർമലി ചോദിക്കുന്ന സാധ്യതയുണ്ട്, ആർ യു യൂസിങ് AI എന്തിനെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാനിപ്പം ഞാൻ മാക്സിമം ടെക് യൂസ് ചെയ്യാതെ എങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് അധികം. ഞാൻ എന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ കുറെ പേര് ChatGPT പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ വളരെ റീസെന്റ് ആയിട്ടാണ് പ്രോഡക്ട്സിന് നെയിം ഇടാൻ വേണ്ടിട്ട് ChatGPT ചോദിക്കും എന്നല്ലാണ്ട് AI ഒരു രീതിയിലും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് റിങ്സിനെ കുറിച്ച് നെയിം പറയോ അല്ലെങ്കിൽ നെക്ലസസിനെ കുറിച്ച് നെയിം പറയോ പറഞ്ഞിട്ട് ChatGPT അതെ ലൈക്ക് ഒരു എസ്തെറ്റിക് നെയിംസ് പറയൂ പറഞ്ഞിട്ട് അപ്പൊ ഈ ChatGPT കുറച്ച് പേരുകൾ തരും, അതിന്ന് ഇങ്ങനെ എടുക്കും എന്നല്ലാണ്ട് ഞാൻ ഒരു രീതിയിലും യൂസ് ചെയ്യുന്നില്ല. ഡെഫിനറ്റ്ലി, കാരണം അതിനൊക്കെ ടീം സെറ്റ് ആക്കണം എന്നുള്ള ഇതിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം AI യൂസ് ചെയ്യണമല്ലോ, അത്രയും ഭയങ്കര ഈസി. ട്രൂ. എംപ്ലോയീസിന് റിക്രൂട്ട് ചെയ്യുന്ന യു ക്യാൻ ആക്ച്വലി റിക്രൂട്ട് AI ഏജൻസ്. ഇപ്പം നമ്മളെ തന്നെ സപ്പോർട്ട് ചാറ്റ് ഉണ്ട്. അവിടെ വന്നു കഴിഞ്ഞാൽ ഇ-കൊമേഴ്സിൽ എന്ത് ഹെൽപ്പ് വേണമെങ്കിലും യു വിൽ ഗെറ്റ് സപ്പോർട്ട്. അപ്പോൾ നമ്മൾ കുറേ മാനുവലി ചെയ്തു, പിന്നെ നമ്മളൊരു AI ഏജന്റിനെ ട്രെയിൻ ചെയ്ത് അവിടെ ഇട്ട് നൗ AI ഏജന്റ് റിപ്ലൈസ്. അത് ആൾക്കാർക്ക് കണ്ടാൽ AI ഏജന്റ് ആണെന്ന് തോന്നില്ല, ഒരു മനുഷ്യൻ അപ്പുറത്തിരുന്ന് ടൈപ്പ് ചെയ്യുന്ന പോലെ തോന്നാം. ബട്ട് ആക്ച്വലി ഇറ്റ് ഇസ് എ ഏജന്റ് ബിഹൈൻഡ് വിച്ച് വി ഹാവ് ട്രെയിൻ ഫോർ എവറിത്തിങ്. അതിപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഷോപ്പിഫൈ സ്റ്റോർ ഉണ്ടാക്കണമെങ്കിൽ വിൽ സെൻഡ് യു യുവർ കോഴ്സ്. നിങ്ങൾക്ക് പിന്നെ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഏജൻസീസ് ഹൂ ഡസ് ദിസ് അത് തരും. ഇഫ് യു നീഡ് ടു ഹാവ് എങ്ങനെയാണ് എൻ്റെ കമ്പനി ഗ്രോ ചെയ്യുക അത് ഗ്രോത്ത് എക്സ്പേർട്സിനെ തരും. സോ എവറിത്തിങ് ഈസ് മാനേജ് ദാറ്റ് വേ. അപ്പം എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യുന്നതിന് പകരം തിങ്ക് അബൌട്ട് റിക്രൂട്ടിങ് AI ഏജൻസ്. അതാണ്. സോ ഇറ്റ് വിൽ ജസ്റ്റ് കോസ്റ്റ് എ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് കോസ്റ്റ്. അപ്പോൾ അത് സമയം വേണം. ഇപ്പം യു ഹാവ് ഇനഫ് ഇൻ യുവർ പ്ലേറ്റ് ആക്ച്വലി. അപ്പോൾ അത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി നൈസ്. നമ്മളിത് തീർക്കുന്നതിൻ്റെ മുമ്പ് ബിഫോർ വി റാപ്പ് ദ എപ്പിസോഡ് നമുക്ക് കമ്മ്യൂണിറ്റീന് ഇക്കോമാഫിയന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. നൗസിയാണ് ചോദിച്ചത്, തിങ്ക് വർക്ക് ഏജൻസി പറഞ്ഞിട്ട് ഹി റൺസ് എ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി. ഡു യു മാനുഫാക്ചർ ഓർ ഔട്ട്സോഴ്സ് ദ പ്രൊഡക്ട്സ് ആൻഡ് ഹൗ ഡു ദേ മാനേജ് ദ ഇൻവെൻട്രി?
സ്റ്റോക്ക് എങ്ങനെ മാനേജ് ചെയ്യുക? ഒന്ന് ഫസ്റ്റ് തിങ് മാനുഫാക്ചർ ഔട്ട്സോഴ്സ്? ഔട്ട്സോഴ്സ് ഡെഫിനറ്റ്ലി നമ്മൾ ഹോൾസെയിലേഴ്സിനെ തന്നെ എടുക്കുകയാണ്. ഇൻവെന്ററി എങ്ങനെ മാനേജ് ചെയ്യില്ല? ഹൗ ഡു യു മാനേജ് ദ സ്റ്റോക്ക്? SKU വെച്ചിട്ടാണ് മാനേജ് ചെയ്യുന്നത്. ആദ്യം ഇങ്ങനെ അല്ലായിരുന്നു. ആദ്യം അത്രയും 1000 പ്രോഡക്ട്സ് ഉള്ള സമയത്ത് തന്നെ ഞാൻ ബ്രെയിൻ ആയിരുന്നു യൂസ് ചെയ്യുക. ലൈക്ക് എന്റെ വീട്ടിലായ സമയത്ത് അതെ റാക്സും കാര്യങ്ങളൊന്നും ഇല്ല, വീടാണ്. അപ്പൊ അൾമാറൊക്കെ ഫുള്ളായി. അങ്ങനെ ഞാൻ പിന്നെ ഫ്ലോറിൽ വെക്കാൻ തുടങ്ങി. അതെ. അപ്പൊ ഞാൻ പേര് എന്റെ ബ്രെയിനിൽ സേവ് ചെയ്ത് വെച്ചിട്ട് ഓർഡേഴ്സ് വായിക്കുമ്പോ പ്രിന്റ് വരല്ലോ ഓർഡേഴ്സിന്റെ, അപ്പം എനിക്ക് മനസ്സിലാവും ഏതാ പ്രോഡക്റ്റ് എന്നുള്ള. അങ്ങനെയായിരുന്നു ആദ്യം ചെയ്തിട്ടുണ്ടായത്. എന്നിട്ട് ഞാൻ പിന്നെ സ്റ്റാഫ് വന്നപ്പോ പിന്നീട് എഴുതാൻ തുടങ്ങി. സ്റ്റാഫിന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ബോക്സിന്റെ പുറത്ത് എഴുതാൻ തുടങ്ങി. അത് നെക്സ്റ്റ് സ്റ്റേജ്. അതെ, അത് നെക്സ്റ്റ് സ്റ്റേജ്. എന്നിട്ട് പിന്നെ സ്റ്റാഫ് പിക്ക് ചെയ്യാൻ തുടങ്ങി പ്രോഡക്ട്സ്. പിന്നെ നെക്സ്റ്റ് സ്റ്റേജ് ഇങ്ങോട്ട് മാറിയതിന് ശേഷം ഓരോരോ ബിൻസ് വാങ്ങി ഓരോരോ പ്രോഡക്റ്റിന്. എന്നിട്ട് ജസ്റ്റ് കൈയിടാൻ എടുക്കുക. അപ്പൊ എനിക്ക് ഇതിന്റെയൊക്കെ പേര് ചോദിച്ചാൽ അറിയത്തില്ല, കാരണം ഇപ്പൊ ഫുൾ സിസ്റ്റമാറ്റിക്. അതെ. കാരണം ഞാൻ അങ്ങനെ പഠിച്ചതല്ല, എക്സ്പീരിയൻസിലൂടെ. ലൈക്ക് ഞാൻ ഇങ്ങനെ എഴുതാൻ തുടങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി ഇതിനും തെറ്റുകൾ സംഭവിക്കാൻ തുടങ്ങി. കാരണം ഞാനിപ്പം 4 വർഷമായി, പക്ഷെ എംപ്ലോയീസ് ഫസ്റ്റ് ആയിരുന്നു. അപ്പോ അവർക്ക് തെറ്റാൻ തുടങ്ങി. ഇങ്ങനെ പേര് വെച്ചിട്ടും തെറ്റാൻ തുടങ്ങി. ഇങ്ങനെ ഓരോരോ നെയിം ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ O വെച്ചിട്ടുള്ള പ്രോഡക്റ്റ് ചിലപ്പോ അവര് മറ്റേ പ്രോഡക്റ്റ് എടുത്ത് അയക്കും ചെയ്യും. അങ്ങനെ ഭയങ്കര മിസ്റ്റേക്സ് വരാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ SKU കുറെ വീഡിയോസ് കാണാൻ തുടങ്ങി, വേറെ പലരും ചെയ്യുന്നത്. ഇപ്പം ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ SKU എന്നുള്ള സംഭവം അങ്ങനെയാണ്. അതെ. അപ്പം ഞാൻ മനസ്സിലാക്കി ഇങ്ങനെ ചെയ്താൽ ഭയങ്കര ഈസി ആവുന്നുള്ള. ഞാൻ ചുമ്മാ ഒരു പ്രോഡക്റ്റിന് SKU ഇട്ടിട്ട് പ്രിന്റ് എടുത്ത് നോക്കി. അപ്പൊ പ്രിന്റിൽ SKU പറഞ്ഞിട്ട് നമ്പർ വന്ന്. അപ്പൊ ഞാൻ ഫിക്സ് ചെയ്ത് വെയർ ഹൗസിലേക്ക് മാറിയാല് അതൊരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റാ. ഈ ബിൻസും റാക്സും നല്ല റേറ്റ് ഉണ്ട്, വിചാരിച്ച പോലെയല്ല. അപ്പൊ ഞാൻ അതൊക്കെ ആദ്യം കരുതിയിട്ട് അങ്ങനെ ആ ഒരു സ്റ്റെപ്പ് എടുത്ത് ഇത് ഫുള്ളും നമ്പർ ഇട്ട്. ഇപ്പൊ ഒരു പേരും അറിയത്തില്ല. ഈ വെബ്സൈറ്റിൽ പേരുണ്ടാവും, പക്ഷെ നമുക്ക് നമ്പർ. അതെ. അപ്പൊ എങ്ങനെയാണ് നിങ്ങള് പിന്നെ ഇതിന് ഒരു ഏജിങ് ഉണ്ടോ? ഇത് കുറച്ച് കഴിഞ്ഞാൽ കേടായി പോവോ ഈ ഓർണമെന്റ്സ്? ഇല്ല, അതാണ് ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായത്. ജുംകാസ്, എത്നിക്കല്, പിന്നെ എല്ലാ നോർമൽ ഫാൻസി ഐറ്റംസും ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇപ്പം ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മാത്രമാണ്. ലൈക്ക് കളറ് പോവില്ല. അപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നെല്ലാം ഇപ്പൊ ഇതിന് ജസ്റ്റ് 29 rupees ഉള്ളൂ ഈ സ്റ്റഡ് ഇയറിംഗ്സിന്. കളർ പോവില്ല. ഇല്ല. ഈ ഗോൾഡ് ബിസിനസ്സിനൊക്കെ നിങ്ങളൊരു എന്താ പറയാ കോമ്പറ്റീഷൻ ആണല്ലേ? അതെ അതെ. ഇത് കളറ് പോവില്ല. പിന്നെ തൗയന്റെ പ്രത്യേകത വെച്ചാൽ നമ്മൾ മാക്സിമം അഫോർഡബിൾ ആയിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പം ഈ ഒരു കമ്മല് 200-250 rupeesന് വരെ വിൽക്കും. കാരണം അത്രയും ബെസ്റ്റ് ക്വാളിറ്റിയാ. വിൽക്കുന്നതിന് ഒരു തെറ്റും ഇല്ല. പക്ഷെ ഞാൻ 29 വിൽക്കുന്നത്. പിന്നെ ഈ നെക്ലേസ് 11 നെക്ലേസ് പറയുന്ന 500, 350 അങ്ങനെ പല റേഞ്ചിലാണ് വിൽക്കുന്നത്. ഞാൻ 219 വിൽക്കുന്നത്, 219 രൂപക്ക്. അങ്ങനെ മാക്സിമം അഫോർഡബിൾ ആയിട്ടാണ് ഇപ്പൊ ഈ ബാങ്കിള് അഫോർഡബിൾ ജ്വല്ലറി, ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി. അതെ. എന്നുവെച്ചാൽ ഇത് ബാക്കിയുള്ളവര് വിൽക്കുന്നതിന് ഒരു തെറ്റില്ല കേട്ടോ. അത്രയും പ്രീമിയം ക്വാളിറ്റി ഒന്നും ആവില്ല. അപ്പം നല്ല സംഭവമാണ് ഇത്. പക്ഷെ ഞാൻ അഫോർഡബിൾ ആക്കാന്നുള്ള കരുതിയിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മലമറിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യാൻ പറ്റും. അത് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 10 ദിവസം കൊണ്ട് നിങ്ങളെ ഞങ്ങളൊരു ഓൺലൈൻ സ്റ്റോർ എക്സ്പേർട്ട് ആക്കി തരാം. 15 മിനിറ്റ് എല്ലാ ദിവസവും മുടക്കിയാൽ 10ാമത്തെ ദിവസം നിങ്ങൾക്കൊരു ലൈവ് ഓൺലൈൻ സ്റ്റോർ ഉണ്ടാക്കാം. അപ്പം നിങ്ങൾക്ക് അത് ഏജിങ്ങിന്റെ ഒരു പ്രശ്നമല്ല. അപ്പൊ എങ്ങനെയാണ് നിങ്ങളെ സ്റ്റോക്ക് റിപ്ലനിഷ്മെന്റ് എങ്ങനെയാണ് സംഭവിക്കുക? അതായത് ഇത് തീരുമല്ലോ ഓരോ സാധനങ്ങൾ, അതിനൊരു പാറ്റേൺ ഉണ്ടോ, ഒരു സിസ്റ്റം ഉണ്ടോ? അതെ, ആദ്യം സിസ്റ്റം ഇല്ലായിരുന്നു. ലൈക്ക് പെട്ടെന്ന് തീരും, അപ്പൊ അതിന് ഡിമാൻഡ് ഉണ്ടാവും. പിന്നെ ഞാൻ മനസ്സിലാക്കിയ സ്റ്റോക്ക് ഇൻവെന്ററി മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം ഇൻവെന്ററി എപ്പോഴും കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യം. പ്രത്യേകിച്ച് ഓൺലൈൻ ആയതുകൊണ്ട് അത്രയും പേര് ഇങ്ങനെ കയറാണ്. അപ്പൊ ചിലപ്പോ ഒരു പ്രോഡക്റ്റ്
പെട്ടെന്ന് തീരും. അപ്പൊ തീരുന്ന മുന്നേ ഞാൻ മനസ്സിലാക്കും ഇത് തീരാനായിണ്ട് എന്നുള്ളത്. എന്നിട്ട് അതിനനുസരിച്ച് എത്ര സമയം എടുക്കും നിങ്ങൾക്ക് ആ പ്രൊഡക്റ്റ് വീണ്ടും സോഴ്സ് ചെയ്ത് ഇവിടെ എത്താൻ? അത് ഡിപ്പെൻസ്. ചിലപ്പോ 1 ദിവസം, ചിലപ്പോ 3 ദിവസം, ചിലപ്പോ ഒരാഴ്ച, ചിലപ്പോ അത് കിട്ടീന്നേ വരില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോ അത് ഡിപ്പെൻഡ്. സ്റ്റോക്ക് ഔട്ട് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ടോ? ഇല്ല, നമ്മളത് കൗണ്ട് ഇടല്ലോ വെബ്സൈറ്റില്. അപ്പൊ സംഭവം 50 എണ്ണം ഇട്ടാല് പിന്നെ 50 കഴിഞ്ഞാൽ സോൾഡ് ഔട്ട് ആവും. അപ്പൊ പിന്നെ വേറെ ആർക്കും ഓർഡർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ ഇഷ്യൂ ഫേസ് ചെയ്യലില്ല, കാരണം അത് ഓൾറെഡി അങ്ങനെ അതിനനുസരിച്ച് സിസ്റ്റം. പക്ഷെ അതിപ്പോ 40 ആവുമ്പോൾ നിങ്ങൾ എപ്പോഴാണ് അടുത്ത സ്റ്റോക്ക് കൊണ്ടുവരിക? അങ്ങനെ അതൊരു 20 ആ റേഞ്ച് ഒക്കെ ആവുമ്പോൾ, ഞാൻ ഇപ്പൊ ഒരു 50 പറയുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു, ഒരു 80% കഴിഞ്ഞാണെങ്കിൽ റിപ്ലനിഷ് ചെയ്യും. അതെ. ഓ നൈസ്. സ്റ്റോക്ക് ഇൻവെന്ററി മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ്. അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് സെയിൽ മിസ് ആവും. ഒരുപാട് അതെ, സെയിൽ ഇല്ല, സ്റ്റോക്ക് ഇല്ല, സ്റ്റോക്ക് ഇല്ല, സെയിൽ ഇല്ല. പക്ഷെ ഇപ്പൊ സെയിൽ ഇല്ലാത്ത പ്രശ്നമല്ല, ഇപ്പൊ സ്റ്റോക്ക് ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവും. അതെ അതെ അതെ. ഓക്കെ, സോ അത് സോൾവ് ആണ്. അതെ, നീ അതിന്റെ അകത്ത് കൂടുതൽ പഠിച്ചിറങ്ങണം. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ എല്ലാം ഇപ്പൊ അപ്പൊ ബില്ലിംഗ് ഒക്കെ എങ്ങനെയാ ഇപ്പൊ ചെയ്യുന്നത്? എന്ന് വെച്ചാ ഇപ്പം നിങ്ങൾ വിക്സിൽ തന്നെയാണോ ബില്ലിംഗ് ചെയ്യുന്നത്? GST ഉണ്ടോ? അതെ, GST ഇപ്പം എനിക്ക് വീട്ടിൽ നിന്ന് എടുക്കാൻ പറ്റില്ലായിരുന്നു, കാരണം റെസിഡൻഷ്യൽ ആണല്ലോ. ഇപ്പൊ എന്തോ അതിന് ഇത് വന്നിട്ടുണ്ട്, ഇളവ് വന്നിട്ടുണ്ട്. അപ്പൊ പക്ഷെ നിങ്ങൾ ഓഫീസിലേക്ക് മാറ്റി. GST. അതെ. അപ്പോ പക്ഷെ ഇതിന് 3% വരുള്ളൂ ജ്വല്ലറിക്ക് GST. 3%? അതെ. അതെനിക്ക് പുതിയ ഇൻഫർമേഷൻ, എനിക്ക് അറിയില്ല. അതെ, അപ്പൊ കാരണം ഗോൾഡിൽ പെടും. ഗോൾഡ് ജ്വല്ലറിക്ക് 3% ഉള്ളൂ. അപ്പൊ ഇതും അങ്ങനെ ഇതേ റേഞ്ചിലാണ്. അപ്പൊ GST വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങള് ബില്ല് ചെയ്യുന്നത് ഫുള്ള് വിക്സിലാണ്? നിങ്ങളെ ബില്ലിംഗ് വേറെ ബില്ലിംഗ് സിസ്റ്റം ഒന്നും ഇല്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് ഓഫ്ലൈൻ ഒക്കെ വരുമ്പോൾ ചിലപ്പോ ഒരു ബില്ലിംഗ് സിസ്റ്റം വേണ്ടി വന്നേക്കാം. അതെ, ഇനി നെക്സ്റ്റ് പ്ലാനും അതാണ്, അതിലേക്ക് എത്താന്നുള്ളത്. അവിടെ തന്നെയാണ് നിങ്ങൾ ഇപ്പൊ വെയർ ഹൗസ് തുടങ്ങിയവിടെ തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അതിന്റെ താഴത്തില്ല നമ്മളെ ഓഫീസില്, ഓഫീസും ഭയങ്കര സ്പേഷ്യസ് ആ. സ്റ്റുഡിയോ ആക്കാൻ കരുതിയത് ഇനി, കാരണം അത്രയും പ്രൈം ലൊക്കേഷനില, ബീച്ചില്, കറക്റ്റ് ബീച്ചിന്റെ നടുവിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇതിലും ബെറ്റർ ലൊക്കേഷൻ ഇനി മേ ബി അപ്പം ഇവിടെ വെച്ച് തുടങ്ങാ എന്നുള്ളതാണ്. ആ സ്റ്റുഡിയോ ആക്കാൻ കരുതിയത്. സ്റ്റുഡിയോ വേറെ നമുക്ക് ബാൽക്കണിയും വരുന്നുണ്ട് അവിടെ. അപ്പൊ ബാൽക്കണി ഇൻ ദ സെൻസ് ക്ലോസ്ഡ് ബാൽക്കണിയാണ്, നല്ല സ്പേസ് ആണ് അതും. അപ്പൊ സ്റ്റുഡിയോ അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ ഓഫ്ലൈൻ സ്റ്റോർ ആക്കാം എന്നുള്ളതാണ് ചിന്ത. അതെ അതെ അതെ. ഫൈൻ, അതങ്ങനെ ആവട്ടെ. അടുത്ത ലെവൽ മേ ബി ഡബിൾ ഓഫ് ദിസ് 30, 40, 50 lakhs എത്തുമ്പോൾ നമുക്ക് വീണ്ടും സംസാരിക്കാം. How did you scale to that point? So till then, thank you for coming to Ecom Show. Okay, bye.